ായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇടപെടുന്ന ദൈവത്തിന്റെ മഹത്വമുള്ള കരം, അതിശയകരം കർത്താവെ. ഇന്ന് പകൽ നേരം ഇവിടെ വ്യാപരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. രക്തവളപ്പിലാക്കി തീർക്കണമേ അപ്പ. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിലേക്ക് ഞങ്ങൾ ഇന്ന് പകൽ നേരം അടുത്തു വരുവാൻ കർത്താവ്, അങ്ങയുടെ പൊന്നുമുഖത്തേക്ക് കർത്താവ് ഞങ്ങൾ ഇന്ന് പകൽ നേരം ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുകയാണ് കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവെ ഹല്ലേലൂയ, അങ്ങയുടെ വരവിന് മുമ്പായി ലോകത്തിൽ നടക്കുന്ന പല അസാധാരണ സംഭവങ്ങളെല്ലാം കർത്താവെ നിന്റെ വചനത്തിൽ കുറിച്ചിരിക്കുകയാല ഞങ്ങളാരും കലങ്ങി പോകാതെ വണ്ണം കർത്താവ് വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി ബലമുള്ളവരായി ദൈവമഹത്വം വെളിപ്പെടുവാൻ കർത്താക്കവണ്ണം ഞങ്ങളെ പ്രാപ്തമാക്കുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമേ അപ്പ. ഇന്ന് പകൽ നേരം അപ്പ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്നു. കൃപയിൽ അപ്പ അങ്ങ് പൊതിഞ്ഞു സൂക്ഷിക്കണമേ. ജീവന്റെ വചനം അപ്പ അങ്ങ് വെളിപ്പെടുത്തണമേ. കർത്താവിന്റെ നാമഹത്വം ഇടപെടണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിന്റെ ഒരു പരിശുദ്ധ നാമം തന്നെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽ നേരം കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കർത്താവ് സഹായിച്ച എല്ലാ നല്ല ദാനങ്ങൾക്കായും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. പലവിധമായ പ്രയാസങ്ങളും കഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടെയെല്ലാം കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. കർത്താവിൻ്റെ വലിയ കരം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ നേരം ഇവിടെ ഉണ്ടല്ലോ. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ കരം, കർത്താവിൻ്റെ വലിയ ആശ്വാസ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ നമ്മൾ സ്വന്തം ഒരിക്കലും തളർന്നു പോകുവാൻ, ഭാരപ്പെടുവാൻ ഇടയാകാതെ ക്രിസ്തുവിൽ നമ്മൾ ഉറപ്പോടുകൂടി ഇരിക്കുവാൻ ഇന്ന് പകൽ നേരം കർത്താവ് നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ അല്പനേരത്തെ നമുക്ക് ചിന്തയ്ക്കായിട്ട് നമുക്ക് ചില വചനങ്ങളെ നമുക്ക് ഇന്ന് പകൽ നേരം ചിന്തിക്കാം. ആമേൻ. സ്തോത്രം. സ്തോത്രം. നമ്മൾ ഇന്ന് പല മേഖലകളിൽ നിന്ന് പല വചനങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്തോത്രം നമുക്കതിൻ്റെ ആഴം നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട്. വിശേഷിച്ച് നമ്മൾ ഇന്ന് ഈ നാളുകളിലായിരിക്കുമ്പോൾ, നമ്മൾ ഇന്ത്യയുടെ മണ്ണിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ, നമ്മുടെ പൂർവ്വകാലം അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വ ചരിത്രത്തെ നോക്കിയാൽ എല്ലാ രക്ഷിക്കപ്പെട്ടവരും വിഗ്രഹാരാധനയുടെ പിന്നിൽ ജീവിച്ച ഒരു പൂർവ്വ കാലഘട്ടം. ആമേൻ. സ്വതം ഒരുപക്ഷെ തലമുറകൾക്ക് മുമ്പോ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ വിഗ്രഹാരാധന വിട്ട് ക്രിസ്തുവിലേക്ക് വന്നിരിക്കുന്നവരോ ഒക്കെയും നമ്മുടെ ചുറ്റുമുണ്ട്. എന്നാൽ ആ രക്ഷയുടെ അനുഭവത്തിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം എന്താണ് ക്രിസ്തീയ ജീവിതം. എന്നാൽ സ്വർഗത്തിലെ ദൈവം എങ്ങനെയാണ് ഈ വിഗ്രഹാരാധന കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാൻ ഇന്ന് പകൽ നേരം കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. ചില വചനങ്ങളിലേക്ക് നമുക്കിന്ന് കടന്നു പോകാം. സ്തോത്രം. ആദ്യമായി നമ്മൾ സ്തോത്രം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാവുന്നതാണ്. അവിടെ വായിക്കുന്ന ഇപ്രകാരമാണ്: സഹോദരന്മാരെ, ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ ഊമ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോവുക പതിവായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുന്ന ഈ 1-ാം ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവികത്വത്തെക്കുറിച്ചും അതുപോലെ ദൈവത്തിൻ്റെ നിർണയങ്ങളെക്കുറിച്ചും അതുപോലെ ഇസ്രായേലിന്റെ ചരിത്രത്തെക്കുറിച്ചും എല്ലാം വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം എന്ന് പറയുന്നത്. എന്നാൽ 2-ാം ലേഖനത്തിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ പൗലോസിന്റെ അപ്പോസ്തോലികത്വം കൊരിന്ത് സഭയിൽ ഒരു ചോദ്യമായി എഴുന്നേറ്റപ്പോൾ പൗലോസ് ശക്തിയുക്തം തൻ്റെ അപ്പോസ്തോലിക അധികാരങ്ങളെക്കുറിച്ചും അതുപോലെ തനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപകളെക്കുറിച്ചും വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് 2-ാം ലേഖനത്തെക്കുറിച്ച് നമ്മളിവിടെ കാണുന്നത്. എന്നാൽ നമ്മൾ ഈ 1-ാം ലേഖനത്തെക്കുറിച്ച് വായിക്കുമ്പോൾ വളരെ പ്രസക്തമായ 1 കൊരിന്ത്യർ 11-ാം അധ്യായം 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ അകത്താണ് അപ്പോസ്തലനായ പൗലോസ് സ്തോത്രം തൻ്റെ അപ്പോസ്തോലികത്വം തെളിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ തിരുമേശയുടെ ശുശ്രൂഷയുടെ സമയത്ത് വായിക്കുന്ന 11-ാം അധ്യായം. സ്തോത്രം. അതിൻ്റെ 23-ാം വാക്യം മുതൽ വായിക്കുന്നത്: ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്ത് എന്തെന്നാൽ എന്ന് പറഞ്ഞ ആ ഭാഗത്തെക്കുറിച്ച് പൗലോസ് വിശദമാക്കുന്നത്. എന്നാൽ അത് മനസ്സിലാക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂടെ സ്തോത്രം താൻ ജീവിച്ചിരുന്നില്ല. അതിനുശേഷം
കർത്താവിന്റെ രക്ഷയുടെ പദ്ധതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മുഖാമുഖം കർത്താവിനെ കണ്ടിട്ടില്ലെങ്കിലും കർത്താവിൽ നിന്ന് പ്രാപിച്ച വെളിപ്പാടനുസരിച്ച് താൻ തിരുമേശ അന്ത്യ അത്താഴ സമയത്ത് താൻ പുത്രനാഥൻ യേശു ക്രിസ്തു എഴുന്നേറ്റ് നിന്ന് ശിഷ്യഗണങ്ങളുടെ നടുവിൽ അവരെ പഠിപ്പിക്കുകയും തന്റെ ശരീരം അറുക്കപ്പെടുവാൻ, തന്റെ രക്തം ഊറ്റപ്പെടുവാൻ പോവുകയാണ്. അത് സഭയ്ക്ക് അവരുടെ ഉയർപ്പിനും അവർക്ക് നിലനിൽക്കുവാൻ വേണ്ടി സ്വർഗത്തിൽ ദൈവം നൽകുന്നതാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഭാഗമാണ് യഥാർത്ഥത്തിൽ അതിന്റെ 11-ാം അധ്യായം കാണുന്നത്. അപ്പോൾ ദൈവസഭയെ കുറിച്ച് ആത്മാവിൽ പൗലോസിന് വെളിപ്പെട്ട് കിട്ടുമ്പോൾ ആ വെളിപ്പെട്ട് കിട്ടിയ പൗലോസ് അപ്പോസ്തലനാണെന്നുള്ളത് തെളിവായി തീരുകയാണ്. അപ്പൊ ആത്മാവിൽ ഇന്നും നമുക്ക് വെളിപ്പാടുകൾ ലഭിക്കുന്നെങ്കിൽ ആ വെളിപ്പാടുകൾ നമ്മൾ പ്രാപിച്ച വെളിപ്പാടുകളുടെ തലത്തിലിരിക്കും നമ്മുടെ വിളി എന്ത് എന്നുള്ളതും കൂടെ. അപ്പോൾ നമ്മളുടെ വിളി എന്ത് എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാപിച്ച വെളിപ്പാട് എന്താണെന്നുള്ളത് നമ്മൾ അറിയാൻ മതി. അപ്പോൾ ആ വെളിപ്പാട് നമ്മൾ പ്രാപിക്കുമ്പോൾ നമ്മൾ ഇന്ന് തിരിച്ചറിയേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ വെളിപ്പാടുകളെ നമ്മൾ പ്രാപിക്കുമ്പോൾ ഈ വെളിപ്പാടുകൾ നമ്മുടെ ശുശ്രൂഷ വെളിപ്പെടുത്തും, നമ്മൾ ആരെന്ന് വെളിപ്പെടുത്തും, നമ്മുടെ ദൗത്യം വെളിപ്പെടുത്തും, നമ്മൾക്ക് ദൈവം നൽകിയ ദർശന നിമിത്തം നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതമെന്ന് വെളിപ്പെടും. ഇങ്ങനെ പല മേഖലകളിൽ ദൈവത്തിന്റെ ആത്മാവിടപെടും. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു കാര്യം, കൊരിന്തിലേക്ക് രക്ഷിക്കപ്പെട്ടു വരുന്ന ഓരോ വിശ്വാസിയും വിഗ്രഹ പരിചയമുള്ള വ്യക്തികളായിരുന്നു. വ്യക്തിപരമായ ജീവിതത്തിൽ വിഗ്രഹ പരിചയമുള്ളവരായിരുന്നു. അവർ വിഗ്രഹങ്ങളുടെ അടുക്കൽ പോകുന്നു, ആ വിഗ്രഹങ്ങൾക്ക് പലവിധ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നു, അതിനെ വണങ്ങുന്നു, നമസ്കരിക്കുന്നു. ആ വിഗ്രഹങ്ങളും ആ വിശ്വാസങ്ങളും അനുഷ്ഠിക്കുവാൻ കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും കുറവില്ലാതെ ചെയ്യുന്ന ഒരു വിഗ്രഹാരാധനയുടെ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്ന കൊരിന്ത്യരോട് പൗലോസിന് എങ്ങനെ സംസാരിക്കാൻ കഴിയണം? എന്താണ് കൊരിന്ത്യരോട് സംസാരിക്കേണ്ടത്? അപ്പോൾ മനസ്സിലാക്കണം, ഒരു പശ്ചാത്തലം, ഒരു കാലഘട്ടം അവരെ വിഗ്രഹത്തിന്റെ മുമ്പിൽ നിർത്തിയും അനുഭവിച്ചും കടന്നു വരുന്ന സമയത്ത് വിഗ്രഹങ്ങളോടുള്ള ദൈവത്തിന്റെ ഇടപെടൽ എങ്ങനെ, വിഗ്രഹ വിശ്വാസം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം പൗലോസ് അപ്പോസ്തലനുണ്ട്. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഈ തിരിച്ചറിവ് വരുന്ന സമയത്ത് തന്റെ അപ്പോസ്തലത്വത്തെ കുറിച്ചും അവിടെ കർത്താവിന്റെ തിരുമേശയുടെ ഓർമ്മ അവിടെ പുതുക്കുവാൻ പരിശുദ്ധാത്മാവ് പൗലോസിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന ആ വെളിപ്പാടുകളെല്ലാം പൗലോസിനെ ശിഷ്യന്മാരെ പോലെ തന്നെ ശിഷ്യത്വത്തിനും അപ്പോസ്തലത്വത്തിനും താൻ അർഹനാണെന്ന് വെളിപ്പെടുത്തുകയാണ്. എന്നാൽ തൊട്ടേ അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ അതിന്റെ 12-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 12:1 മുതൽ നമ്മൾ വായിച്ചു വരികയാണ്. 12:1 മുതൽ ഒന്ന് വായിക്കാം. 12:1 മുതൽ വായിച്ചേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ആത്മീക വരം. എന്തിനാണ് ആത്മീക വരം? ഇന്ന് ഒത്തിരി പേര് കൃപാവരങ്ങൾ വേണമെന്ന് പൊതുവെ പറയുകയും അതിനെ ഉള്ളുകൊണ്ട് നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹത്തിന്റെ നടുവിലാണ് പെന്തക്കോസ്ത് ഗോളം, വിശ്വാസഗോളം നിലനിൽക്കുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ 12-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് വ്യക്തമായി പറയുന്നൊരു കാര്യമാണ്, സഹോദരന്മാരെ, ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ. എന്തുകൊണ്ടായിരിക്കും? നമ്മൾ പറയുന്നത് സ്നാനപ്പെട്ടു, ഒരു സംഘടനയില് ഞായറാഴ്ച കൃത്യമായി സഭായോഗം മുടക്കാതെ പോയാൽ ഞാൻ ക്രിസ്ത്യാനിയായി, ദൈവവൈതലായി എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ നടുവിലാണ് ഞാനും നിങ്ങളും വിശ്വാസ ജീവിതം നയിക്കുന്നത്. എന്നാൽ വിഗ്രഹപരിചയത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നിരിക്കുന്നവർക്ക് അവരുടെ വിഗ്രഹപരിചയം അവരിൽ നിന്ന് ഒഴിവായി പോകേണ്ടതിനും ജീവനുള്ള ദൈവത്തെ അനുഭവിക്കുവാൻ കഴിയേണ്ടതിനും വേണ്ടി ദൈവത്തിൽ നിന്ന് കൃപാവരങ്ങൾ പ്രാപിച്ചേ മതിയാകത്തുള്ളൂ. ആമേൻ. എത്ര പേർക്ക് ഇത് കത്തി എന്ന് എനിക്കറിയത്തില്ല. ആമേൻ. എത്ര പേർക്ക് ഇത് ഗ്രഹിച്ചു എന്ന് അറിയത്തില്ല. നീ വിശ്വാസിയായി തീർന്നാൽ, നീ ദൈവവൈതലായി തീർന്നാൽ ദൈവമുണ്ടെന്ന് തെളിവല്ല. കാരണം ദൈവമുണ്ടെങ്കിൽ ദൈവം നിനക്ക് വരങ്ങളെ നൽകണ്ടേ? ആമേൻ. ഇന്ന് പെന്തക്കോസിന്റെ അകത്ത് സാത്താൻ ഇട്ടിരിക്കുന്ന വലിയൊരു ബന്ധനം എന്നാണെന്നറിയാമോ? ഞങ്ങൾ പെന്തക്കോസുകാരാ, ഞങ്ങൾക്ക് വരവില്ല, ജീവിക്കാം, വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ, വരവില്ല. വരങ്ങളില്ലാതെ കഴിയത്തില്ല. കാര്യം ദൈവം ആത്മാവാകുന്നു. ആത്മാവിൽ ജനിച്ചവന് ദൈവത്തിന്റെ വരങ്ങൾ
വളരെ ആവശ്യമാണ്, വളരെ ആവശ്യമാണ്. കാരണം വിഗ്രഹ പരിചയം മാറണമെന്നുണ്ടെങ്കിൽ ദൈവാത്മാവിൽ നടത്തപ്പെടുന്ന അനുഭവം വളരെ വ്യക്തമായി ഓരോരുത്തർക്കും നിർബന്ധമാണ്. അനേകർ അഭിഷേകം പ്രാപിക്കുവാൻ മനസ്സില്ലാതെ, ആത്മനിറവ് പ്രാപിക്കാൻ മനസ്സില്ലാതെ, ശാഠ്യവും പൊളിറ്റിക്സും വളരെ കുത്തിത്തിരിപ്പും ഭിന്നതയായിട്ട് സഭയ്ക്കകത്ത് സാത്താന്റെ ഉരുപ്പടികളായിട്ടിരിക്കുകയാണ്. എന്നാൽ മനസ്സിലാക്കണമേ, കർത്താവ് വെറുതെ ഒന്നും അല്ല ഈ പദ്ധതികൾ മനുഷ്യന് വേണ്ടി തുറന്നത്. ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. എന്നാൽ മനസ്സിലാക്കണം, പൗലോസ് വ്യക്തമായി ഇവിടെ പറയുന്ന കാര്യമാണ്, സഹോദരന്മാരെ, ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്തത് അറിവില്ലാതിരിക്കുക. അപ്പോൾ ഇന്ന് മനസ്സിലാക്കണം, വരങ്ങളെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. ഇന്ന് ഒത്തിരി പേര് പെന്തക്കോസിന്റെ അകത്ത് ജനിക്കുന്ന ഒത്തിരി പേർക്ക് വരങ്ങളില്ലാത്തവരുണ്ട്. ഹല്ലേലൂയ. ആകെ VBS യേശുവിനെയും വെച്ചോണ്ടാ ഇന്ന് ഇരിക്കുന്നത്. ഹല്ലേലൂയ. പരിജ്ഞാനമില്ല, ദൈവത്തെ ആത്മാവിൽ അനുഭവിക്കാൻ കഴിയുന്നില്ല, ആത്മീക വളർച്ചയില്ല. ആകെ പിന്നെ ഉള്ളതെന്നാണെന്നറിയാമോ? ഏതെങ്കിലും പ്രവാചകന്മാരോ ശുശ്രൂഷകരുണ്ട്, അവരുടെ മുമ്പിൽ പോയി താണ് വീണ് അപേക്ഷിച്ച് വല്ല വിധേനെ സ്വർഗത്തിൽ കയറ്റോ എന്നും പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഒരുപാട് പേര്. ഹല്ലേലൂയ. അല്ലാതെ ദൈവാത്മാവിൽ നടത്തപ്പെടുന്ന ജീവിത ശൈലിക്ക് അനേകര് തയ്യാറല്ല. പക്ഷെ അതിന്റെ അപകടം എവിടെയാണെന്നറിയാമോ? അപകടം പൗലോസ് തിരിച്ചറിഞ്ഞിട്ടാണ് ഇവിടെ കൊരിന്തിലെ വിശ്വാസികളോട് പറയുന്നത്, നിങ്ങൾ ആത്മീക വരങ്ങളെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. കാര്യം നിങ്ങളെ മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പ് നിങ്ങൾ അവിടെ പോയി ആഫ്രോഡൈറ്റിന്റെ അമ്പലത്തിൽ പോയി ഇരുന്ന് ഓർക്കുന്നുണ്ടോ? ആ വന്ന് നീ രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധി വരുമ്പോൾ നിന്റെ മനസ്സിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ വരങ്ങൾ ആവശ്യമാ. നിന്റെ ചിന്താഗതികൾ മാറ്റണമെങ്കിൽ വരങ്ങൾ ആവശ്യമാ. നിന്റെ വിശ്വാസം മാറണമെന്നുണ്ടെങ്കിൽ വരങ്ങൾ ആവശ്യമാണ്. നിനക്ക് അനുഭവിക്കത്തക്ക ദൈവത്തെ അനുഭവിക്കത്തക്ക നിലവാരത്തിൽ ദൈവത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആത്മീക വരങ്ങൾ ആവശ്യമാണ്. പക്ഷെ ഇന്ന് ഒത്തിരി പേര് പറയുന്നത് എന്നാണെന്നറിയാവോ? നമുക്ക് വരം വേണ്ട, ഫലം മതിയെന്ന്. ശരി, പറയുന്നവന്റെ വരങ്ങളൊന്ന് കാണട്ടെ. അതില്ല, എനിക്കില്ല, മറ്റൊരുത്തരും വേണ്ട. ഈ ശാഠ്യം കുറെ പേർക്കുണ്ട്. ഈ ശാഠ്യത്തിന്റെ ആത്മാവ് ഒത്തിരി പേരെ ഭരിക്കുന്നുണ്ട്. എനിക്കില്ല, ആർക്കും വേണ്ട. ഞാൻ അനുഭവിക്കുന്നില്ല, അതുകൊണ്ട് ആരും അറിയണ്ട. അവര് നേതൃത്വത്തിലിരുന്ന വലിയ അപകടമാണ്. അവരുടെ കീഴിലുള്ള ആരും പച്ച കാണത്തില്ലെന്ന് മനസ്സിലാക്കിക്കോണം. അപ്പോൾ മനസ്സിലാക്കണം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒരു കെട്ടിടം കണ്ടിട്ട് അവിടെ ഞായറാഴ്ച തോറും ചെന്ന് അവിടെ പ്രസന്റ് വെക്കുന്ന, ഹാജര് വെക്കുന്ന പരിപാടിയല്ല ക്രിസ്തീയ ജീവിതം. നീ പോകുന്നിടത്തേക്ക് ദൈവം നിന്നോടുകൂടെ ഇറങ്ങി വന്ന് തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ നിന്നെ തെരഞ്ഞെടുക്കുകയാണ്. നമ്മൾ അനുഭവിക്കുന്ന ജീവനുള്ള ദൈവത്തെയാണ് രുചിക്കുന്നത്. അത് വെറുതെയുള്ള കാര്യം, കെട്ടുകഥയല്ല. ആരാണ്ട് പറഞ്ഞ കഥയുടെ പുറകെ കൊടി വീശാൻ പോകുന്ന പരിപാടിയല്ല ഇത്. ഇത് വ്യക്തിപരമായ ജീവനുള്ള ദൈവത്തെ അനുഭവിക്കുന്ന മാർഗമാണ് ക്രിസ്തു മാർഗം. ഒന്നും കൂടെ പറയാൻ, ജീവനുള്ള ദൈവത്തെ അനുഭവിക്കുന്ന മാർഗമാണ് ക്രിസ്തു മാർഗം. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ആരുടെയെങ്കിലും പുറകെ ഫാൻസ് അസോസിയേഷൻ പോലെ പ്രസംഗിക്കുന്ന മാസന്മാരുടെ പുറകെയോ ശുശ്രൂഷിക്കുന്ന പുറകെയോ ഇന്ന ദൈവദാസൻ ഇന്ന കുടുംബം, നോ 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 നോ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലിരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലിരിക്കുന്നു. ഇതിനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇതിനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആത്മീയ വരങ്ങൾ വേണോ? നമുക്ക് ഫലം മാത്രം മതി എന്ന് പറയുന്നവര് അപകടപടിയാന്ന് മനസ്സിലായിരുന്നോ? സ്തോത്രം. ഫലം മതി എന്ന് പറയുന്നത് നീ ഇത് കേൾക്കുന്നവന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തി അവനെ കയർന്ന് പിടിക്കാതിരിക്കാനാണ് വരകൾ ആവശ്യമായിരിക്കുന്നത്. അവൻ ജീവിക്കുന്ന ഭവനമുണ്ടാകും, ദേശമുണ്ടാകും, ജീവിച്ചുവന്ന പശ്ചാത്തലം കാണും. എന്നും സ്തോത്രം ആഫ്രോഡൈറ്റിന്റെ അമ്പലത്തിന്റെ മുമ്പിൽ കൂടെ പോയിക്കൊണ്ടിരുന്നവൻ ഒരു രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നു. അവന്റെ മനസ്സിൽ നിന്ന് ആ പഴയ ചിന്തകൾ പോകുന്നില്ല. നീ എന്നാ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്? ആത്മാവിന്റെ ഫലം മതിയെന്നോ? ആത്മാവിന്റെ വരങ്ങൾ ആവശ്യമാ. ഇന്ന് സാത്താൻ അനേകരെ വഞ്ചിച്ചോണ്ടിരിക്കുക. ആത്മാവിന്റെ വരം വേണ്ട, ഫലം മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഒരുപക്ഷെ പ്രസംഗിക്കുന്നവന്റെ കുടുംബം സേഫ് ആയിരിക്കും, പ്രസംഗിക്കുന്നവന്റെ മക്കൾ സേഫ് ആയിരിക്കും, അവന്റെ ഭാര്യയും കുടുംബവും സേഫ് ആയിരിക്കും. പക്ഷെ കേൾക്കുന്നവൻ ഇന്നലെയോ കഴിഞ്ഞ നാളോ വിഗ്രഹാരാധനയിൽ നിന്ന് വന്നതാണെന്ന് ഓർക്കണം. അവൻ അതിൽ നിന്ന് ജയം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ വരങ്ങൾ മസ്റ്റാണ്. ഹല്ലേലൂയ, വരങ്ങൾ മസ്റ്റാണ്.
അവൻ പ്രവചിക്കണം, അവൻ കൃപാവരങ്ങളെ സ്വന്തം ഉപയോഗിക്കാൻ പ്രാപ്തമാകണം, പ്രവചിക്കണം, അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആളുകളെ ദൈവം അവനെ ഉപയോഗിക്കണം. ഈ വരവില്ലാത്ത ദൈവദാസന്റെ കീഴിൽ വരവുള്ള വിശ്വാസി വരുമ്പോൾ ഇവന് ഭയങ്കര വിഷമമായിരിക്കും. അവിടെ പ്രശ്നം നിൽക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവാത്മാവിൽ നടത്തപ്പെടുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ആത്മാവിൽ നടത്തപ്പെടുന്നവരെ സ്തോത്രം ഹല്ലേലൂയ ഭാരപ്പെടുത്തരുത്. നീ വരമുള്ളവനായിരിക്കണം, വരമുള്ളവനായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. എന്തോ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്ന ഒരു കാര്യമാണ്. ഈ നാളുകളിൽ ശക്തമായിട്ട് സാത്താന്റെ ഒരു ഉപദേശം സഭകളുടെ അകത്തൂടെ കിടപ്പുണ്ട്. നമുക്ക് ഫലം മതി, വരം വേണ്ട, വരവുള്ളവരെല്ലാം സഭയ്ക്ക് തലവേദനയാ, വരവുള്ളവരെല്ലാം സഭയ്ക്ക് തലവേദനയാ. എടാ, തലവേദന ഉള്ളവൻ എന്തുകൊണ്ടാണെന്നറിയാമോ? വരമില്ലാത്തവനെ തലവേദനയുള്ളൂ, വരമുള്ളവന് തലവേദനയില്ല. ഉണ്ടോ? വരമുള്ളവന് ഒരു തലവേദനയില്ല, വരമില്ലാത്തവന് മാത്രമാണ് ഈ തലവേദന വരുന്നത്. എന്താ കാര്യം? ആ ശുശ്രൂഷയുടെ മേഖലകളെ വിവേചിച്ച് മനസ്സിലാക്കി അതിന്റെ കുറവും പ്രത്യേകതകളും തിരിച്ചറിയണം. ചിലരെന്നാന്ന് പറയാം, പ്രവചിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ ചിലരിൽ പൂർവ്വം കയറുന്ന അവസ്ഥയുണ്ട്. എന്റെ മുമ്പിൽ ഇരുന്ന് എന്റെ സഭയ്ക്ക്, കാര്യം ഇവനിൽ ഇരിക്കുന്നത് സ്വാർത്ഥതയുടെ, അഹങ്കാരത്തിന്റെ, അസൂയയുടെ ആത്മാവാണ്. ഹല്ലേലൂയ, മനസ്സിലാക്കണമേ. ശുശ്രൂഷകനാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തന്റെ കീഴിൽ വരുന്നവരിൽ ഈ വരങ്ങൾ പ്രാപിക്കുമ്പോൾ അത് സഭയുടെ അഭിവൃദ്ധിയാണ്. ആമേൻ. ആ കാര്യം, ആ ദേശത്തെ കുറിച്ച് ആ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുത്താൻ ദൈവം ചിലരെ തെരഞ്ഞെടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം, ഈ വരം പ്രാപിച്ചവൻ സുബോധത്തോടെ ഇരിക്കണം. ഒന്ന്. രണ്ടാമത്, ഈ വരം പ്രാപിച്ചവൻ ഒന്ന് പ്രവചന ശുശ്രൂഷയാണെന്നും പറഞ്ഞുകൊണ്ട് നടത്തുന്ന ദൈവദാസന് നേരെ നിൽക്കാൻ പാടില്ല. ചിലർക്ക് വരം കിട്ടിക്കഴിഞ്ഞാൽ ഭിന്നതയാണ്, ചിലർക്ക് വരം കിട്ടിയ അസൂയാണ്, ചിലർക്ക് വരം കിട്ടിക്കഴിഞ്ഞാൽ തകർക്കുന്ന ആത്മാവാ കയറുന്നത്. അതെങ്ങനെയാ? അതും കൂടെ ഉണ്ട് ഇതിന്റെ കൂടെ, അതല്ലേ? അതും ഈ വിഷയമാണ്, അതും ഒരു വിഷയമാണ്, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത്, വിഗ്രഹ പരിചയത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വരുന്ന ഒരു ദൈവ പൈതലിന് കൃപാവരം മസ്റ്റാണ്, വളരെ ആവശ്യമാ. പിന്നെ ഒരു കാര്യം ഞാൻ പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആരാണെന്നറിയാം സഭയ്ക്കകത്ത് വരങ്ങൾ വേണം, എനിക്കും പ്രവചിക്കണം, ഭൂതശാന്തി, രോഗശാന്തി, വെളിപ്പാടുകളും ദർശനങ്ങളൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെയാ വല്ലവിധേനയും രക്ഷ പ്രാപിക്കണം, തന്റെ ഉള്ളത്തിൽ നിന്നും തന്റെ ജീവിതത്തിൽ നിന്നും ഈ വക വിഗ്രഹ ചിന്തകളൊക്കെ ഒന്ന് വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ സ്വന്തം എന്ത് വേണമെന്നറിയാം, ഈ വരങ്ങളിൽ അങ്ങനെയുള്ളവരെ ആശ്രയിക്കത്തുള്ളൂ, അങ്ങനെയുള്ളവരെ അഭിഷേകവും പ്രാപിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇതെല്ലാം ജനനം മുതലേ, ചെറുപ്പം മുതലേ കണ്ടു കേട്ട് സഭയ്ക്കകത്ത് അടിയും പഴക്കമായിട്ടിരിക്കുന്നവൻ, ഗൾഫിൽ പോകാനിരിക്കുന്നവൻ ഒരിക്കലും അഭിഷേകം പ്രാപിക്കാനും 66 പുസ്തകം ചുമന്നുകൊണ്ട് ക്രൂശിന്റെ നിന്ന വഹിക്കാനൊന്നും അവൻ തയ്യാറാകത്തില്ലെന്നേ, അല്ലേ? കരങ്ങൾ മോഹപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ചില കാര്യങ്ങൾക്ക് വില കൊടുത്തേ മതിയാകത്തുള്ളൂ. ആമേൻ. വരങ്ങൾ വേണ്ടെന്ന് പറയുന്നവര് അപകടമാണ്. കാര്യം ആരോടാ ഇത് ഉപദേശിക്കുന്ന അറിയാമോ? പുതിയതായിട്ട് വിശ്വാസത്തിൽ വന്നവരാണ് ഉപദേശിക്കുന്നത്. ഹല്ലേലൂയ. ഒരു പക്ഷേ ഇത് വേണ്ടെന്ന് പറയുന്നവന്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ഈ കൃപ പ്രാപിച്ചവനിലൂടെ ചിലപ്പോൾ വിടുതൽ വരാൻ സാധ്യതയില്ലേ? എന്താണ് അത് കാണാൻ കഴിയാത്തത്? അത് കാണാൻ കഴിയാത്തത് അനേക നാളുകളായി സാത്താൻ ചിലരുടെ ഉള്ളത്തിൽ അസൂയ വെച്ചിട്ടുണ്ട്. ഇതുവരെ ജഡത്തിൽ ഈ ആത്മാവിന്റെ വരം ഫലം മതി എന്ന് പറയുന്നവൻ ഇതുവരെ അസൂയ ജയിച്ചിട്ടില്ല. ആത്മാവിന്റെ വരം മതി, ഫലം മതി, ആത്മാവിന്റെ ഫലം, അല്ലെ? ആത്മാവിന്റെ ഫലം മതി എന്ന് പറയുന്നവൻ ഇതുവരെ സഭയ്ക്കിടയിലെ വഴക്ക് തീർത്തിട്ടില്ല, പിന്നെ തീർത്തിട്ടില്ല, അവർ തമ്മിലുള്ള കലക്കം തീർത്തിട്ടില്ല. മക്കളെ ഭിന്നതയും ജാതി വ്യവസ്ഥയും വീണ്ടും പഠിപ്പിക്കുന്നില്ല. ഇവൻ ജയിച്ചിട്ടില്ല. ഇവനാണ് ഫലത്തിന്റെ ആള്, അല്ലേ? കൊള്ളാം, നന്നായിട്ടുണ്ട്. നിന്റെ വീട്ടിൽ വരം വരും തീർച്ചയായിട്ടും. നിന്നെ ദൈവം ഉപയോഗിച്ചിരിക്കും ഇങ്ങനെയാണെങ്കിൽ. ഹല്ലേലൂയ. വായിച്ചേ, തുടർന്ന് വായിച്ചേ. ആ 2-ാം വാക്യം വെച്ചേ. നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ അപ്പൊ മനസ്സിലാക്കണം, ജാതീയ വ്യവസ്ഥയാണ് ഈ പതിവ്. തെറ്റ്, സമയം തെറ്റിക്കാതെ കൃത്യം ചെല്ലുന്ന പരിപാടിയല്ലേ പതിവ്. അത് ജാതികളിൽ നിന്ന് കിട്ടിയതാ. പതിവ് അല്ലേ? രാവിലെ കൃത്യമായി, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല, എങ്കിലും നമ്മൾ സമുദായത്തിന്റെ സെറ്റപ്പ് പറയല്ല. കൃത്യം ആരാധന തുടങ്ങുന്നത് 8:30 അല്ലെ 7:30 7 മണിക്ക് അവിടെ പോയി ഭക്തിയോടെ മൗനമായിട്ട് പള്ളിയുടെ ഫ്രണ്ടിൽ പോയി ഇരുന്നു പ്രാർത്ഥിച്ചിട്ട് 1 രൂപ കൊണ്ടുവന്ന് സ്വോത്രകാഴ്ച എല്ലാം നേർച്ചപ്പെട്ടിക്കകത്തിട്ടിട്ട് പുറകിൽ വന്ന് പ്രൊസഷനായിട്ട് നിന്ന്, അല്ലെ, പാട്ടുപാടി അങ്ങ് ഭക്തിയോടെ പോകുന്ന പരിപാടിയല്ല. കൃത്യമാ
ഒരു ദിവസം പോലും തെറ്റില്ല. ഏറെ എന്നൊരു സമയം ഞായറാഴ്ച ഉണ്ടെങ്കിൽ എവിടെയാ? പള്ളിയിലാ. പക്ഷെ അത് വല്ലതും ആണോ വിശ്വാസമാർഗം? അതൊന്നുമല്ല. അതുകൊണ്ട് മനസ്സിലാക്കണം, ദൈവത്തിന്റെ ആത്മാവ് തന്നെ നടത്തണം. എല്ലായിടത്തിലും ദൈവത്തിന്റെ പരിജ്ഞാനം വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. 10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോ കയ്യും കാലും വിറയ്ക്കുന്ന സ്വതന്ത്രം പരിപാടിയും കൊണ്ട് നടക്കത്തില്ല ഈ പരിപാടി. ചിലർക്ക് ആത്മാവ് വരുന്ന എപ്പോഴാണെന്നറിയാവോ? വചനം പറയാൻ ആദ്യം പോയി 15 മിനിറ്റ്, അത് കഴിയുമ്പോ പിന്നെ എല്ലാം കയ്യിൽ നിന്ന് പോയി, പിന്നെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. അത് ഏതാ ആത്മാവാ? അപ്പൊ അവരെ നോക്കുന്നവരെ പണ്ടൊരു ദിവസം പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ അല്പം നേരം ഇരുന്ന് പ്രസംഗിച്ചോട്ടെ എന്ന് ചോദിച്ചു. കുഴപ്പമില്ല വാസം, ഞങ്ങളത് കിടന്ന് കേട്ടോളാം. 15 മിനിറ്റ് കൊണ്ട് സ്വതന്ത്രം ഹല്ലേലൂയ. അതിൽ കൂടുതൽ കേൾക്കാൻ പ്രാപ്തിയില്ലാത്ത വിശ്വാസിയുടെ മുമ്പ് നീ ലിമിറ്റ് വെക്കുമ്പോ മനസ്സിലാക്കിക്കോണേ, നീ 15 മിനിറ്റ് പ്രസംഗിക്കാൻ പറഞ്ഞാൽ 15 മിനിറ്റിൽ 2 മിനിറ്റ് നീ പറയുന്നത് കേൾക്കുള്ളൂ. ബാക്കി സമയം അവരവരുടെ വഴിക്ക് പോകും. കാര്യം നീ ദൈവത്തെ കളിപ്പിച്ചത് അവര് കണ്ടു. അതുകൊണ്ട് അവര് വിചാര കളിപ്പിക്കപ്പെടുന്നത് ആരും കാണുന്നില്ല. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ വിഗ്രഹ പരിചയത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വരണം. വിഗ്രഹ പരിചയം അവിടെ വ്യക്തമായിരുന്നു. നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ ഊമ വിഗ്രഹത്തിന്റെ അടുക്കൽ പോകുക പതിവായിരുന്നു. അടുത്തത് എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അടുത്ത വാക്യം വായിച്ചേ. അങ്ങനെയാണ് പരിശുദ്ധാത്മാവില്ലാത്തവർ യേശു നല്ലവനെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ ഹിതപ്രകാരമാണോ? ദൈവാത്മാവിൽ സംസാരിക്കണം. അഭിഷേകമില്ലാത്ത എത്രയോ പാസ്റ്റർമാരുണ്ട്. അന്യവാചകം ഇങ്ങനെ 2, 3, 4 എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും. അതൊക്കെ ആത്മാവിനാണോ എന്ന് പറയുന്നത്? അതൊക്കെ വെറും അടവല്ലേ. പരിശുദ്ധാത്മാവിന്റെ നിറവിലാണെങ്കിൽ അത് അങ്ങനെയല്ല പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഒത്തിരി ശരിയാകാനുണ്ട് അല്ലേ? ഒത്തിരി ശരിയാകാനുണ്ട്. ആമേൻ. നമ്മൾ നന്നാകണം അല്ലേ? എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ നന്നാക്കുന്നത് അല്ലേ? നമ്മൾ നന്നാവൂല, ഞങ്ങൾ മറ്റുള്ളവരെ നന്നാക്കാനാ ചിലർ നിൽക്കുന്നത്. അത് പറ്റില്ല. നമ്മൾ ആദ്യം അല്ലേ തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുക്കണം. എന്നിട്ട് ആ മറ്റുള്ളവരോട് ത്യജിക്കാൻ പറയുകയും ക്രൂശ് എടുപ്പിക്കുകയും ചെയ്യേണ്ടത് അല്ലേ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ. ക്രിസ്തു മാർഗത്തിന്റെ പ്രത്യേകത വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വിഗ്രഹ പരിചയത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ദൈവവൈതൽ സ്വന്തം ആത്മാവിൽ വരങ്ങളെ പ്രാപിച്ചു കഴിയുമ്പോൾ ആത്മാവിലാണ് കർത്താവായ യേശു ക്രിസ്തു ദൈവം എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളുടെ ആരാധനയ്ക്കകത്ത് നമ്മൾ വെളിപ്പെടുത്തുന്നത് യേശു ക്രിസ്തു ദൈവമാണെന്ന് ആത്മാവ് വെളിപ്പെടുത്തുമ്പോൾ അതിന്റെ പല തലങ്ങളെ ആത്മാവിൽ വെളിപ്പെടുത്തേണ്ടതിനാണ് കൂട്ടായ്മയിലെ ആരാധനയ്ക്കകത്ത് കൂട്ടായ്മയിലെ ആരാധനയുടെ പ്രസക്തി ആ നിലവാരത്തിലാണ്. ഹല്ലേലൂയ. വായിച്ചേ. കണ്ട, യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ അപ്പൊ മനസ്സിലാക്കണം, ആത്മീക വരങ്ങൾ ഉള്ളവന് മാത്രമേ യേശു ക്രിസ്തു കർത്താവെന്ന് ആത്മാവിൽ പറയാൻ കഴിയത്തുള്ളൂ. വരങ്ങളുള്ളവരെ അത് കഴിയത്തുള്ളൂ. കാര്യം അവൻ അനുഭവിക്കുകയാണ്. അല്ലെങ്കിൽ അതല്ല പണ്ടുള്ള വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയ അനുഭവമല്ല. ഇന്ന് ഞാൻ ആത്മാവിനാണ് ദൈവത്തെ ആരാധിക്കുന്നത്. കാര്യം ആത്മാവിൽ നീ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിനക്ക് ക്രിസ്തുവിനെ വെളിപ്പെടുത്തണം. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുമ്പോൾ നീ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഇത് വ്യക്തിപരമായ ജീവിതത്തിൽ നടക്കണം. ഇത് നടന്നില്ലെങ്കിൽ അത് സുവിശേഷ വേലയല്ല. ഹല്ലേലൂയ. സ്തോത്രം. അത് സുവിശേഷ വേലയായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. ആമേൻ. സ്തോത്രം. അപ്പോൾ ഇത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ സഭയെല്ലാം ആത്മാവിൽ നടത്തപ്പെടണം. ഹല്ലേലൂയ. ചിലരിവിടെ വന്നിരുന്നാലും അടുത്ത മീൻ മാർഗം ഇറച്ചി മാർഗത്തെ ചിലരുടെ മനസ്സിരിക്കുന്നത്. ചിലർക്ക് അടുക്കളയിലാ മനസ്സിലിരിക്കുന്നത്. ചിലർക്ക് തിരിച്ചു പോയാൽ മതി, ചിലർക്ക് ഉറങ്ങിയാ മതി. മനസ്സിലാവുന്നുണ്ടോ? പിശാച് ഓരോരുത്തരെ കൊണ്ടുപോകുന്ന. ഇവർ ആത്മാവിൽ നടത്തണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് വരങ്ങൾ വേണം. സഭയിൽ ശുശ്രൂഷകൻ ആത്മാവിൽ ദൂതുകളെ പറയുമ്പോൾ കേൾക്കുന്നവൻ ഇങ്ങനെ കോട്ടുവായ വിട്ട് അന്റാർട്ടിക്ക വിഴുങ്ങാൻ വേണ്ടി ഇരിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? അന്റാർട്ടിക്ക വിഴുങ്ങാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട് ചിലര് അല്ലേ? എന്നാ കാരണം? അവരിൽ ഈ വരവില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ പോരാട്ടം, ആത്മീക പോരാട്ടം വീണ്ടും ജനിച്ച സകലരുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ആർക്കാന്നറിയാമോ? ഈ സഭയ്ക്കകത്തിരുന്ന് കോട്ടുവായിടുന്നത്. കാര്യം ഇവൻ ആരാധിക്കേണ്ട സമയത്ത് കേട്ടുവായിട്ട് ഉറങ്ങിത്തരും. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിരിക്കുമ്പോൾ ഇവന്റെ കഴുത്തിന് പിശാച് കുത്തിരി പിടിക്കും.
അല്ലേ? അവന്റെ കഴുത്തേ കയറി പിടിച്ചു കഴിയുമ്പോ ഇവൻ പിന്നെ പ്രാർത്ഥനയിൽ ആരാധനയില്ല, ഭയങ്കര പ്രശ്നം. ഇവർ കരയുക വരുന്നുണ്ട്. ഞാൻ പറയട്ടെ, എടാ, നിനക്ക് ദൈവം ആരാധിക്കാൻ കൃപ നൽകിയപ്പോ നീ എവിടെ പോയി കണ്ണും തള്ളിയിരിക്കുകയായിരുന്നു? എവിടെ പോയിരിക്കുമായിരുന്നു? ദൈവം അതിനുള്ള പദ്ധതികൾ ഒരുക്കിയപ്പോൾ നീ എവിടെയായിരുന്നു? അപ്പോ ദൈവസന്നിധിയിൽ ഓരോ വഴികൾ ദൈവം തുറക്കുമ്പോൾ അത് കാണാതെ പോകുന്നവനെ കൊണ്ട് പറഞ്ഞാൽ അത് നടക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ദൈവ പദ്ധതി നമ്മൾ ഗ്രഹിക്കണം, ദൈവാലോചന നാം ഗ്രഹിക്കണം, ദൈവത്തെ അറിഞ്ഞു വേണം നാം നിലനിൽക്കുവാനായിട്ട്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ നമ്മൾ എങ്ങനെ നമ്മുടെ മനസ്സ് മാറുന്നതെന്നറിയാം. ശ്രദ്ധിച്ചേ, ചിലർ ചിന്തിക്കുന്ന ശുശ്രൂഷകന്റെ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോയി, യേശുവിന്റെ നാമത്തിൽ. അങ്ങനെയൊന്നും മകനെ വിട്ടുപോകില്ല. സാത്താൻ നിന്റെ മനസ്സിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം നിന്റെ അകത്ത് ഹൃദയത്തിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന നാറിയിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, അല്ലേ? ഹല്ലേലൂയ. നാറി നാറ്റം വെച്ച് വാടയായിട്ടിരിക്കുന്നുണ്ട്. അത് നീ എടുത്ത് കളയണം. അത് എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ നിനക്ക് വരങ്ങൾ നിനക്ക് ആവശ്യമാണ്. ആ വരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ജയിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ വിഗ്രഹ പരിചയം ഉള്ളവരെ സംബന്ധിച്ച് അവർ ക്രിസ്തുവിൽ വന്നു കഴിയുമ്പോൾ അവൻ കൃപാവരങ്ങൾ ആവശ്യമായിരിക്കുന്നതിന് കാരണം എന്നാണെന്നറിയാവോ? വിഗ്രഹ പരിചയം അവനിൽ നിന്ന് മാറേണ്ടതിന് ആത്മാവ് അവനെ പ്രാർത്ഥിപ്പിക്കാൻ തുടങ്ങും. ആത്മാവ് അവനെ ആരാധിക്കാൻ ബലപ്പെടുത്തും. അതുവരെ കൈയടിക്കാതിരുന്നവൻ കൈയടിക്കും, ചാടാതിരുന്നവൻ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കും. കാരണം എന്നാ? ഇതൊന്നും ഞാൻ വിഗ്രഹത്തിന് മുമ്പിൽ ചെയ്തിട്ടില്ല, ഇതൊന്നും ആ വിഗ്രഹത്തിന് മുമ്പിൽ നടക്കത്തില്ല. ഹല്ലേലൂയ. പണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു CSI കാരനായിരുന്നു ഞാൻ. എപ്പോ നോക്കിയാലും ജ്ഞാനകീർത്തനത്തിന്റെ പുസ്തകം മാത്രമേ എടുക്കത്തുള്ളൂ. നീ രക്ഷിക്കപ്പെട്ടു വന്ന ആ പുസ്തകം പിന്നെ എടുക്കത്തില്ല. ഹല്ലേലൂയ. പിന്നെ എടുക്കേണ്ടത് ആത്മാവിൽ അന്യഭാഷയിൽ എടുത്ത് ആരാധിക്കേണ്ടതിന് പ്രാപ്തമായ ആരാധന ഗീതങ്ങളുണ്ട്. അതെടുത്ത് ആത്മാവിൽ പാടിയ നിത്യതയെ കുറിച്ചുള്ള ദർശനം കിട്ടിയ വാക്യങ്ങളും ആരാധന പാട്ടുകളുമാണ് ഉപയോഗിക്കത്തുള്ളൂ. പഴയ വഴിക്ക് പോകത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? നിനക്ക് ഇതുവരെയും പഴയ ജ്ഞാനകീർത്തനമാണ് നാവി വരുന്നെങ്കിൽ നീ വീട്ടിൽ ജനിച്ചിട്ടില്ലെന്ന്. നിനക്ക് വളരെ ആവശ്യം എന്താണെന്നറിയോ? കൃപാവരങ്ങൾ ആവശ്യമാണ്, വരങ്ങൾ ആവശ്യമാണ്. നിനക്ക് വരങ്ങളില്ലാത്തത് കൊണ്ടാണ് നീ ഇരുന്ന് ഉറങ്ങുന്നത്. മനസ്സിലായോ? ആരാന്നറിയാവോ ഈ സഭായോഗം നടക്കുമ്പോൾ ഇരുന്ന് ഉറങ്ങുന്നതെന്നറിയാവോ? അവന് കണക്ഷൻ ഇല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ എല്ലാം കൈ ഫോണുണ്ട്. നിങ്ങൾ അത് ബാറ്ററി തീരാറാകുമ്പോ ചാർജറെ കുത്താതിരിക്കുന്ന ഫോൺ ചത്തുപോകില്ലേ? ഫോണിന്റെ കുഴപ്പമാണത്. ആ ചാർജ് ചെയ്യാത്ത ആരുടെ ഉത്തരവാദിത്വ? ചാർജ് ചെയ്യണം കൃത്യസമയത്ത്, അത് ചാർജ് ആകണം. ചിലർ ചിന്തിക്കുന്നതെല്ലാം അറിയാവോ? ഇങ്ങനെ വരണ്ട് കുത്തി സഭയെ വരുന്നു, നിറഞ്ഞിട്ട് സഭയിൽ നിന്ന് പോകുന്നു. ഇതൊക്കെ തെറ്റായ പഠിപ്പീലുകളാണ്. കാര്യം സഭയെ വരുന്നവർ കൃപാവരങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്നവരും ആമേൻസോത വെളിപ്പാടുകൾ പ്രാപിച്ചവരുമാണ് ഒരുമിച്ച് വരുന്നത്. കാരണം വചനം വൃത്തിയായിട്ട് വരുന്ന ഒരുത്തിന് സങ്കീർത്തനമുണ്ട്, ഒരുത്തിന് പ്രബോധനമുണ്ട്. ഇതൊക്കെ എവിടുന്ന് കിട്ടുന്ന? അവിടെ വന്നിട്ടുണ്ടായതാണോ? അവൻ പോകുന്ന വഴികളിലൂടെ ദൈവാത്മാവ് അവനെ പഠിപ്പിക്കുകയും അറിയിക്കുകയും ചെയ്തതുമായിട്ട് അവൻ സഭയിൽ കടന്നു വരുന്നു. മനസ്സിലാവുന്നുണ്ടോ? സഭയിൽ കടന്നു വന്നവനാണത് വ്യാപാരം ചെയ്യുന്നത്. ഹല്ലേലൂയ. എല്ലാം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇങ്ങനെ ഇരിക്കരുത്. കാഹളം നിൽക്കുമ്പോ പതച്ചു പോകും. ഇവിടുന്ന് രക്ഷിക്കും. ദൈവസഭ അങ്ങോട്ട് പോകുമ്പോ വാലും ചുരുട്ടി വരുത്തും താഴോട്ട് വരുന്നുണ്ട്. അവൻ നിന്റെ തലേ കയറി ഇരിക്കും. ഇത് ഉറങ്ങിയ വായിച്ചേ. വ്യത്യാസമുണ്ട്, അപ്പൊ മനസ്സിലാക്കണം, ഈ കൃപാവരങ്ങൾ ലഭിക്കേണ്ടത് ആർക്കാന്നറിയാവോ? ഹല്ലേലൂയ. ഇതിൽ ക്രിസ്തുവിലേക്ക് വരുന്ന ഒരുവൻ, ആമേൻ, വിഗ്രഹ പരിചയത്തിന്റെ കീഴിലിരുന്ന മറ്റൊരു വിശ്വാസം ഇരുന്ന ഒരു വ്യക്തി, ആമേൻ. ചിലര് നമ്മൾ CSI പശ്ചാത്തലത്തിൽ നിന്ന് വന്നാണല്ലോ. ഈ ജ്ഞാനകീർത്തനവും പാട്ടും പാടുമ്പോ, ഈ സ്ലോ സോങ്ങും ജ്ഞാനകീർത്തനവും പാടുമ്പോ ഭയങ്കര പണ്ടോട് പറയുന്നത് എന്തോ വലിയ പ്രത്യേകത ഉണ്ട് എന്ന് പറയും. പക്ഷെ അന്യഭാഷ പ്രാപിച്ചു കഴിയുമ്പോൾ അവന് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഈ പഴയ കീർത്തനം പാടുന്നതിൻ്റെ അകത്ത് ഒരു കാശിന്റെ ഗുണമില്ലെന്ന് മനസ്സിലായി. പിന്നെ എന്താണ്? അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ ഉള്ളം ആത്മാവ് പ്രാർത്ഥിക്കുന്നത്. ഈ 4 പാർട്സ് എടുത്ത് വെച്ച് വായിക്കുന്നത് അകത്ത് കയറാനാണല്ലോ. അതിന്റെ ഹാർമോണി അടുത്ത് വരുന്ന സമയത്ത് ഓരോ ലെയറിങ് അടുത്തടുത്ത് വരുമ്പോ അതിൻ്റെ അകത്തുനിന്ന് ചെവിക്ക് നല്ല സുഖം വരുന്നതല്ലാതെ അകത്ത് വല്ല പ്രത്യേകതയുണ്ടോ?
അഭിഷേകം പ്രാപിച്ചവന്റെ ഹൃദയം ആത്മാവിൽ രക്ഷിക്കപ്പെടുകയാണ്. രക്ഷിക്കപ്പെട്ടവൻ ആത്മാവിൽ ആരാധിക്കും, ആത്മാവിൽ പ്രാർത്ഥിക്കും. അവന് വരങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അവൻ പിന്നീട് കീബോർഡോ ഓർഗണോ എന്താണെന്ന് വായിക്കുമ്പോൾ അവന്റെ കൈകളിൽ ദൈവത്തിന്റെ ആത്മാവ് കൊടുക്കുന്ന കോഡ്സ് ആയിരിക്കും വായിക്കുന്നത്. അവൻ വായിക്കുന്ന മെലഡീസ് വേറെ ആയിരിക്കും. ഇതൊക്കെ കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. മനസ്സിലായോ? പറയുന്നത് മനസ്സിലായോ? ഇപ്പോഴും പല പാട്ടുമായിട്ടിരിക്കുന്നവരുണ്ട്. നീ മാനസാന്തരപ്പെട്ടിട്ടില്ല, വീണ്ടും ജനിച്ചിട്ടില്ല, നിനക്ക് വരങ്ങൾ ആവശ്യമാണ്. ഹല്ലേലൂയ. ഒത്തിരി പേര് വിശ്വാസത്തിൽ വന്നിട്ട് അവർക്ക് ഈ വരങ്ങൾ പ്രാപിക്കാൻ ഒത്തിരി ദൈവദാസന്മാർ തന്നെ തടസ്സം. കാര്യം അവർ പറയുന്നത് എന്താണെന്നറിയാമോ? വരങ്ങളുള്ളവൻ സഭയ്ക്ക് ഭയങ്കര തലവേദനയാ, അവൻ നിന്ന് പ്രവചിക്കും, ഞാൻ പിന്നെ എങ്ങനെ ഇവിടെ നിൽക്കാനാണ്? ഇവൻ കൂലിക്കാരനല്ലേ? 3 വർഷം കഴിയുമ്പോ തവള ചാടിപ്പോകുന്നവർ ഓരോ സഭയെ കൂടെ ചാടി പോകുന്നല്ലാതെ ഇവർ ആത്മാക്കളെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ? ഉണ്ടോ? ഹല്ലേലൂയ. നീ കാണുന്നതെല്ലാം പ്രശ്നമല്ലേ? നല്ലത് വല്ലതും ഉണ്ടോ? ഉണ്ട്. ചിലരെ ഭയങ്കര ഇഷ്ടം എന്ന് പറയും. ചിലരെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് വരവും കാണില്ല, ആത്മാവില്ല, ഒന്നുമില്ല. പിന്നെ ഗുണം എന്നാണെന്നറിയാം? വീട്ടിലെ സകല പണിക്ക് ഇവരെ കിട്ടും, സകല കാര്യത്തിന്, സകല അടിമ പണിക്ക് ഇവരെ കിട്ടും, വേണ്ടപ്പോ കാശും കൊടുക്കും. ഇതിന് പകരം ചെയ്യേണ്ടത് എന്നാണെന്നറിയാവോ? ഇവരെ ആത്മാവിൽ ഒരുക്കാതിരുന്നാൽ മാത്രം മതി, ആത്മാവ് നടത്താതിരുന്നാൽ മതി. അതിന്റെ അപ്പുറമായിട്ട് എല്ലാവരും നല്ലവരാണെന്നും പറഞ്ഞ ഒരു ലേബലും കൂടെ ഒട്ടിച്ചാൽ പിന്നെ കുശാലായി. ഞാൻ പറയാം, ചതിക്കപ്പെടരുത്. നമ്മൾ ആരും ചതിക്കപ്പെടരുത്. ആമേൻ. ദൈവസന്നിധിയിൽ നമ്മൾ വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമാ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ആ ഭാഗം ഒന്ന് വായിച്ചേ. ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ദൈവാത്മാവിൽ സംസാരിക്കുന്ന യേശുക്രിസ്തു ശപിക്കപ്പെട്ടതെന്ന് പറയില്ല. നമ്മൾ ആ ഭാഗം വായിക്കുന്നതിന് കൂടെ 10-ാം അധ്യായം 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ അകത്ത് അതിന്റെ 14 മുതൽ ഒന്ന് വായിച്ചേ. കണ്ടോ? പ്രിയന്മാരെ, വിഗ്രഹാരാധന വിട്ടോടുവിൻ. ഇവിടെ ശ്രദ്ധിക്കണേ, നമ്മൾക്ക് എന്താണെന്നറിയാവോ? ഈ പണ്ട് ചിലരെ സംബന്ധിച്ച് ശ്രദ്ധിക്കണേ, ചിലർക്ക് രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ ഇത്രയും വർഷമായിട്ട് ചില പള്ളിയുടെ സൈഡിൽ കൂടെ പോകുമ്പോൾ ഒരു പേടി, ശവക്കോട്ടയുടെ സൈഡിൽ കൂടെ പോകുമ്പോൾ ഒരു പേടി, ചത്തുപോയവരുടെ ഫോട്ടോ കാണുമ്പോൾ ഒരു വല്ലാത്ത അന്തരീക്ഷം. എന്നാന്നറിയാവോ? പ്രശ്നം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നീ ശരിക്കും കൃപയിൽ വളരാത്തത് കൊണ്ടാണ് നിനക്ക് ഈ പേടി. ഇവിടെ പറയാ വിവേകികൾ. നിനക്ക് വിവേകം ഇല്ലാത്തതുകൊണ്ടാണ് ഇതിനൊക്കെ കാണുമ്പോൾ പേടിക്കുന്നത്. മനസ്സിലായോ? ഹല്ലേലൂയ. നിനക്ക് എങ്ങനെയാണ് അതിനെ ജയിക്കാൻ കഴിയുന്നത്? നിന്റെ പ്രാണനും ആത്മാവും ശരീരവും അനന്യമായി ക്രിസ്തുയേശുവിൽ കാക്കപ്പെടുമാറാകട്ടെ എന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നുണ്ട്, അല്ലേ? അങ്ങനെ പറയുന്നത് അല്ലേ? എവിടെയാ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു പോയാൽ പിന്നെ ഗതികേടാണ്. ഭൂമിയിലൊന്നും ഇല്ലാത്ത റെഫറൻസുകൾ എടുത്തു തരും. എന്നാൽ കണ്ടുപിടിക്കേണ്ട തൊട്ട് ചാകുന്നവരെ കണ്ടുപിടിക്കത്തുമില്ല. ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. എന്തിനാണ് സൂക്ഷിക്കുന്നത്? മനസ്സ് സൂക്ഷിക്കണമെന്ന്. നിനക്ക് വിവേകം നഷ്ടപ്പെട്ടാൽ നിന്റെ മനസ്സ് കൈമോശം വരും. നിന്റെ മനസ്സിന് വലിയ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ചിലർ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സ് അടുത്ത മാർക്കറ്റിലാണ്, ബീഫ് സ്റ്റാളിലാണ് ചിലരുടെ മനസ്സിരിക്കുന്നത്. പിന്നെ അടുത്ത ഹോട്ടലിന്റെ പുറകെ കൂടെ പോകുന്നത് പൊറോട്ടയും ബീഫ് കറിയും, അതാണ് അടുത്ത ആത്മാവ്. ഇതൊക്കെ എന്താണ് നടത്തുന്നറിയാമോ? മനസ്സ് സൂക്ഷിക്കപ്പെടുന്നില്ല. ഇവിടെ വ്യക്തമായി ഈ വചനം ശ്രദ്ധിക്കണം. എന്താ കൊരിന്ത്യർക്ക് എഴുതിയ 1 കൊരിന്ത്യർ അതിന്റെ 10-ാം അധ്യായത്തിന്റെ അകത്ത് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ കാണുന്ന ഭാഗമാണ് അവിടെ വായിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിഗ്രഹാരാധന വിട്ട് ഓടുവിൻ. അടുത്തത്, നിങ്ങൾ അപ്പം ഒന്നാകുകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ ആകുന്നുവല്ലോ. ജഡപ്രകാരമുള്ള ഇസ്രായേലിനെ നോക്കുവിൻ. യാഗങ്ങൾ പൂജിക്കുന്നവർ യാഗപീഠത്തിന്റെ കൂട്ടാളികളല്ലയോ? ഞാൻ പറയുന്നത് വിഗ്രഹാർപ്പിതം വല്ലതും ആകുന്നു എന്നോ വിഗ്രഹം വല്ലതും ആകുന്നു എന്നോ
അല്ല. ജാതികൾ പരിഗണിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ, ഈ വിഗ്രഹാരാധനയും ക്രിസ്തുവിന്റെ കർത്താവിന്റെ മേശയും കൂടെ വെക്കുകയാണ് ഇവിടെ. ഒരു വിഗ്രഹത്തിനും തൻ്റെ ശരീരത്തെ കൊടുക്കാൻ കഴിയത്തില്ല. ഒരു വിഗ്രഹത്തിനും തൻ്റെ രക്തം തൻ്റെ രക്ഷിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കാൻ കഴിയത്തില്ല. കാരണം എന്താണെന്നറിയാവോ? തൻ്റെ ശരീരവും രക്തവും കൊടുക്കുന്നവൻ അവരെ ഉയർപ്പിക്കാൻ പ്രാപ്തമാകുന്ന ഒരു വിശ്വാസവും വിഗ്രഹാരാധനയുടെ കീഴിലില്ല. ഉണ്ടോ? അവരുടെ ആത്മാവിനെ രക്ഷിക്കാൻ പ്രാപ്തമാകുന്ന ഒരു വിശ്വാസം ഉണ്ടോ? പറഞ്ഞ് എങ്ങനെ രക്ഷിക്കും എന്ന് പറ. ചുമ്മാ രക്ഷിക്കും എന്ന് പറഞ്ഞാൽ പോരാ. നിന്റെ അകൃത്യം എവിടെ പോയി എന്ന് പറയണം. ആ അകൃത്യം വഹിച്ചതിന് എന്ത് സംഭവിച്ചു എന്ന് പറയണം. ആ അകൃത്യം വഹിച്ചവൻ ആരാണെന്ന് പറയണം. അവൻ എങ്ങനെ വഹിച്ചു, അവന്റെ അകൃത്യം ആരെടുത്തു, അവനിൽ വെച്ചു, ഇതെല്ലാം പറയണം. പറ്റുമോ? സുവിശേഷത്തിന് മാത്രം കഴിയുന്നതാണ് ഈ പ്രസക്തി. മനസ്സിലാക്കണം. നമ്മുടെ അകൃത്യം പിതാവായ ദൈവം മുഴുവൻ ലോകത്തിന്റെ അകൃത്യം എടുത്ത് പുത്രന്റെ മേൽ ചുമത്തി. ഇത് ആരാ ചെയ്തത്? സ്വർഗത്തിലെ പിതാവാണ് ചെയ്തത്. അങ്ങനെ പുത്രനെ കാൽവറി വെച്ച് തകർത്തു. എന്തിനാണ്? സ്വതം ജനിക്കുവാനിരിക്കുന്നവർ രക്ഷിക്കപ്പെടുന്നവരുടെ അകൃത്യങ്ങളെ ചുമത്തിക്കൊണ്ടാണെന്ന് ഓർക്കണം. സ്വതം ഹല്ലേലൂയ. പുത്രനാകുന്ന യേശുക്രിസ്തു കാൽവറി തകർക്കപ്പെട്ടത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ അകൃത്യത്തിന് വേണ്ടി അകൃത്യം വഹിച്ചുകൊണ്ട് താൻ കാൽവറി തകർക്കപ്പെടുമ്പോൾ ആ പാപപരിഹാരത്തിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിന്റെ മരണത്തോടുകൂടെ ഏകീഭവിക്കുവാൻ വെള്ളത്തിൽ സ്നാനപ്പെട്ടവർക്ക് മാത്രമാണ് ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും മോചനം ലഭിക്കുന്നുള്ളൂ. മനസ്സിലാക്കണം. സ്നാനത്തിനോടുകൂടി നമ്മൾ സംഭവിക്കുന്ന കാര്യം അത്ര പ്രസക്തമാണ്. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ഒരുവൻ മരിച്ചു. ആമേൻ. സോ നമ്മളിവിടെ വായിക്കുമ്പോൾ എബ്രായ ലേഖനം, ഹല്ലേലൂയ, ഹല്ലേലൂയ, എബ്രായ ലേഖനം അതിൻ്റെ നോക്കിയോട്ടെ, അതിൻ്റെ 7-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം മുതൽ വായിച്ചേ. മരണം നിമിത്തം അവർക്ക് നിലനിൽക്കുവാൻ മുടക്കം വരിക കൊണ്ട് പുരോഹിതന്മാർ ആയിരിക്കുന്നവർ അനേകരാകുന്നു. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാവുന്നു. എബ്രായർ 9-ന്റെ സ്തോത്രം അതിന്റെ 14 മുതൽ വായിച്ചേ. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. മനസ്സിലാക്കുന്നുണ്ടോ? വിഗ്രഹാരാധനയുടെ കീഴിൽ ഇരുന്ന ഒരുവനെ ദൈവം രക്ഷിക്കുന്ന എങ്ങനെയാന്ന് കണ്ടോ? എങ്ങനെയാ? അവന്റെ മനസാക്ഷിയെ ശുദ്ധീകരിക്കുകയാണ് ദൈവം ചെയ്യുന്നത്. ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് സ്പിരിച്വലാണ്, ടോട്ടലി സ്പിരിച്വലാണ്. അതായത് അവന്റെ ആത്മാവിന്റെ അകൃത്യങ്ങളെ സ്വന്തം അവനിൽ നിന്നും മോചിപ്പിച്ച് അവന്റെ മനസാക്ഷിയിൽ സമാധാനം ദൈവം കൊടുക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യമാ. ഇതൊരിക്കലും ഒരു വിഗ്രഹാരാധികൾക്കും കൊടുക്കാൻ കഴിയത്തില്ല. ഇത് ഒരു വിശ്വാസത്തിനും കൊടുക്കാൻ കഴിയത്തില്ല. മനസാക്ഷിയിൽ സമാധാനം കൊടുക്കുവാൻ ക്രിസ്തുവിനും മാത്രമേ കഴിയത്തുള്ളൂ. കാരണം എന്താണ്? ആ വചനം അവിടെ വായിക്കുന്ന കാര്യം ശ്രദ്ധിച്ചോ? എങ്ങനെയാണ്? ഞാൻ പറയട്ടെ, ഈ വരങ്ങൾ പ്രാപിക്കുന്നതിന് നിങ്ങൾക്ക് വരങ്ങൾ ആവശ്യമാണ്. വിഗ്രഹപരിചയം മാറേണ്ടതിന് വരങ്ങൾ ആവശ്യമാണെന്ന് പറഞ്ഞാൽ ഈ വരങ്ങൾ നിന്നിൽ വരാൻ ആദ്യം ക്രിസ്തു എന്താണ് ചെയ്യുന്നത്? നിന്നെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കണം. അവിടെ വായിച്ച വാക്യം ശ്രദ്ധിക്കണം. അവിടെ വായിച്ച വാക്യം 14-ാം വാക്യം വായിച്ച വാക്യങ്ങൾ എടുത്ത് നിത്യാത്മാവിനാൽ
കണ്ടോ, നിത്യാത്മാവിനാൽ പുത്രനാകുന്ന യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ തന്നെത്താൻ ആ നിഷ്കളങ്കനായി അർപ്പിച്ച പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ മനുഷ്യരുടെ മനസാക്ഷിയെ പാപപ്രവർത്തികളെ പോക്കി എത്രയോ ശക്തമായി നിന്നെ ഉപയോഗിക്കുമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ് പറഞ്ഞതിന് കാര്യം? അപ്പോൾ മനസ്സിലാക്കണം, ജാതികളുടെ മനസ്സെന്താണ്? എപ്പോഴും അവരുടെ മനസ്സെന്താണ്? അവരെ കുറിച്ച് ജാതികമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാപികളായിരിക്കുന്ന ജാതികളുടെ ഹൃദയത്തിൽ എപ്പോഴും എങ്ങനെയാണെന്നറിയാമോ? അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഉള്ളത് പാപചിന്തയായിരിക്കും, എപ്പോഴും പാപചിന്തയായിരിക്കും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ ഹൃദയത്തിൽ എപ്പോഴും പാപചിന്ത തന്നെയായിരിക്കും, അതിൽ വേറൊന്നും പറയാൻ അതിൻ്റെത്തില്ല. ആമേൻ, സ്തോത്രം. എഫേസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അതിന്റെ 2:11 വായിച്ചേ. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്നു പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്നും വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. കണ്ടോ, അവരുടെ മനസ്സിൽ മുമ്പേ ദൈവം ഉള്ളവരാണോ? നമ്മള് ദൈവം ഇല്ലാത്തവരായിരുന്നു. നമ്മൾ വലിയ പള്ളിയിൽ പൊക്കോണ്ടിരുന്നു, കൊയറിന്റെ ഫ്രണ്ടിലിരുന്നു, കൊയറുടുപ്പിട്ടോണ്ട് കർത്താവ് പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് അന്ന് മുതലേ ഞാൻ ഭക്തനായിരുന്നു എന്ന് പറയുന്ന മണ്ടന്മാരുണ്ട് സ്നാനപ്പെട്ടതിന് ശേഷവും. തെറ്റാണ്. മുമ്പേ നാം ദൈവം ഇല്ലാത്തവർ തന്നെയായിരുന്നു. കാര്യം പരിശുദ്ധാത്മാവ് എന്ന് നിന്നിൽ നിറഞ്ഞു അന്ന് മുതലാണ് ഈ ദൈവത്തെ അനുഭവിക്കാൻ അറിയാനും തുടങ്ങിയത്. ദൈവം ആത്മാവാകുന്ന ദൈവം വരാതെ നീ എങ്ങനെയാ ദൈവത്തെ അറിഞ്ഞത്? ഇന്ന് അനേകരുടെ ജീവിതത്തിൽ വരുന്നൊരു വലിയ പ്രശ്നം എന്താണെന്നറിയാവോ? ആത്മാവിൽ വീണ്ടും ജനനം പ്രാപിക്കാതെ സ്വന്തം മതങ്ങൾ പഠിപ്പിക്കുന്ന വ്യവസ്ഥകളിൽ മുമ്പോട്ട് പോവുകയാണ്. മതങ്ങൾ, നമ്മൾ ചിന്തിക്കണം, മതങ്ങൾ എപ്പോഴും ദൈവത്തെ അന്വേഷിക്കുന്നതാണ്. മാർഗം ദൈവം നമ്മളെ തേടി വന്നതാണ്. ദൈവം നമ്മളെ തേടി വന്ന് ഒരു മനുഷ്യനും ദൈവത്തെ കണ്ടെത്താൻ കഴിയത്തില്ല. കാര്യം ദൈവം ആത്മാവാകുന്നു. ആത്മാവ് മർത്യ മനുഷ്യന് ആത്മതലങ്ങളെ തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്താത്രത്തോളം ഒരിക്കലും മനുഷ്യന് ദൈവത്തെ അറിയാനോ അനുഭവിക്കാനോ കഴിയത്തില്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടിയാണ് നാം വായിച്ച വാക്യത്തിൽ എബ്രായ ലേഖനം അതിന്റെ 9-ാം അധ്യായം നമ്മൾ വായിച്ച വാക്യമുണ്ടല്ലോ. സ്തോത്രം. ദൈവസന്നിധിയിലുള്ള ആരാധനയെ കുറിച്ച് നമ്മൾ വായിച്ചല്ലോ. അവിടെ എന്താ കാണും? നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ നിങ്ങളുടെ മനസാക്ഷികളും നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പോൾ മനസ്സിലാക്കണം, നമുക്ക് കഴിയത്തില്ല. നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന വിഗ്രഹപരിചയം പോകാൻ നമുക്ക് കഴിയത്തില്ല. പറ്റുമോ? ഇതിന് കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കാറുണ്ടോ? യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കാറുണ്ടോ? നിനക്ക് വല്ലാതെ വേദനകളും ഭാരങ്ങളും വന്നു, പഴയ പല ചിന്തകളും കയറി വരുന്ന സമയത്ത് യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്നുണ്ടോ? ഉണ്ടോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മൾ സ്നാനത്തോടുകൂടി നമ്മളുടെ പാപത്തെ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ ചെറിയ രക്തത്തല്ലത്തിന്റെ കഴുകിക്കളയുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ, നിത്യാത്മാവിനാൽ ദൈവത്തെ തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ അടുത്ത വാക്യം 15-ാം വാക്യം. അത് നിമിത്തം, ഏത് നിമിത്തം? നിർജീവ പ്രവർത്തികളെ പോക്കി നമ്മളെ ശുദ്ധീകരിക്കേണ്ടതിന്. അത് നിമിത്തം വീണ്ടെടുപ്പിനായി. ഇവിടെ ശ്രദ്ധിക്കണം, ഈ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മരണം നിന്റെ ജീവിതത്തിൽ എവിടെ കൊണ്ടുപോയി വെക്കും? ചിലർക്ക് ഇന്നും അറിയത്തില്ല. അത് പറഞ്ഞേ,
എവിടെ കൊണ്ട് വെക്കും? നീ വീണ്ടും ജനിച്ചവനാണെങ്കിൽ കർത്താവിന്റെ മരണം നിന്റെ ജീവിതത്തിൽ എവിടെയാണ് നിലനിൽക്കുന്നത്? എവിടാ നിൽക്കേണ്ടതെന്ന് അറിയാവോ? ഇവിടെ പറയുന്നത് കേട്ടോ, സ്വന്തം നിന്റെ പാപപ്രവർത്തികളിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുക്കേണ്ടതിന് നിനക്കും ലോകത്തിനും ഇടയ്ക്ക് നിൽക്കണം ക്രിസ്തു. നിനക്കും നിന്റെ പഴയ സൃഷ്ടിക്കും ഇടയ്ക്ക് നിൽക്കണം ക്രിസ്തു. എന്ത് സംഭവം അവിടെ പറഞ്ഞിരിക്കുന്നതാണ്? ഒരു മരണം. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. കണ്ട, ആദ്യ നിയമത്തിലെന്ന് പറഞ്ഞാൽ പഴയ സൃഷ്ടിയിലെ ലംഘനം, ആദാമ്യ പാപത്തെ കുറിച്ചാണ് ആദ്യ നിയമത്തിലെ ലംഘനം എന്ന് പറയുന്നത്. നാം ഇത് പുതിയ നിയമമല്ലേ, ഇത് ആദ്യ നിയമമല്ല, നമ്മൾ പുതിയ നിയമമാ. പുതിയ നിയമം എന്ന് പറഞ്ഞാൽ എന്നതാ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ എന്നതാ അറിയത്തില്ല. സ്തോത്രം. 27 പുസ്തകമല്ലേ പുതിയ നിയമം? ചിലർക്ക് അതാണ് പുതിയ നിയമം. എന്താണെന്ന് വെച്ചാൽ 27 പുസ്തകമാണെന്ന് പറയും. പിന്നെ എന്നതാ പുതിയ നിയമം? യേശുവിന്റെ രക്തമാണ് പുതിയ നിയമം. അവന്റെ അറുക്കപ്പെട്ട ശരീരമാണ് പുതിയ നിയമം. ഈ പുതിയ നിയമം എനിക്ക് വേണ്ടി അറുക്കപ്പെട്ടു. ഈ പുതിയ നിയമം എനിക്ക് വേണ്ടി ഊറ്റപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? അതാണ് പുതിയ നിയമം. എനിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ചെയ്തതാണ്. സ്വപുത്രനെ എനിക്ക് വേണ്ടി തകർത്തു. അതാണ് പുതിയ നിയമം. ഹല്ലേലൂയ. ചിലരുടെ പുതിയ നിയമം എന്താണെന്ന് വെച്ചാൽ ഓടിപ്പോയി ഫ്രിഡ്ജിന്റെ മേലിരിക്കുന്ന പുസ്തകം എടുത്തോണ്ട് വരും. ഇതാ പുതിയ നിയമം എന്ന് പറയും, അല്ലേ? ഒരിക്കലും തുറക്കാത്ത റേഷൻ കാർഡ് ഇട്ട് വെക്കുന്നത്, ആധാർ കാർഡ് ഇട്ട് വെക്കുന്നത്, ഡ്രൈവിംഗ് ലൈസൻസ് സൂക്ഷിക്കുന്നതൊക്കെ എവിടെയാണ്? ബൈബിളിന്റെ അകത്ത്. കാര്യം കള്ളൻ ഒരിക്കലും കൊണ്ടുപോകത്തില്ലല്ലോ. കാരണം എന്താണ്? അതൊരിക്കലും ആരും തുറക്കാറില്ല, കള്ളനും തുറക്കാറില്ല. അതായത് കള്ളന്റെ വീട്ടിലെ നിയമം തന്നെയാ ധനവാന്റെ വീട്ടിലെ നിയമം. എന്നതാ? പുസ്തകം തുറക്കൂല. വായിച്ചേ. നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യ അവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക്. ആർക്കാ? എല്ലാവർക്കും ആണോ? ഈ വിളിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ദൈവാത്മാവിൽ മുദ്ര ചെയ്യപ്പെട്ടവരാണ് വിളിക്കപ്പെട്ടവര്. അല്ലാത്തവർക്കൊക്കെ ഉറങ്ങാം. എപ്പോ വരെ ഉറങ്ങാം? മഹോദരം വരെ ഉറങ്ങാം. അത് കഴിഞ്ഞോ പിന്നെ നിത്യ ഉറക്കമാണല്ലോ. പിന്നെ ആ കാലാവസാനത്തിൽ എല്ലാവരും കൂടെ എഴുന്നേറ്റ് വരുന്നത്, തോമാച്ചനും അവറാച്ചനും ജോണിക്കുട്ടിക്ക് എഴുന്നേറ്റ് വരുന്നതിന്റെ കൂടെ നീയും വരും. സ്തോത്രം പറയാൻ നേരത്ത് കൂടെ നിൽക്കുന്നമാണെന്ന് സ്തോത്രം പറയാൻ നിൽക്കുമ്പോഴാണ് സംഭവം പണി വാളി എന്ന് മനസ്സിലായത്. ഹല്ലേലൂയ. മനസ്സിലാക്കണമേ, പണി വാളല്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് നീ കൊടുക്കും. നിനക്കറിയത്തില്ലാത്ത സമയത്ത് സ്വത്രിച്ചിങ്ങടെ പച്ചയ്ക്ക് പറഞ്ഞ ഭാഷാങ്കൂറ്റന്മാരും കാളകളും നായ്ക്കളും നിന്നെ വളയാൻ വരുമ്പോഴേ നിന്റെ ആത്മാവ് അതിന് മുമ്പേ കർത്താവിന് കൊടുത്തേ രക്ഷിക്കപ്പെട്ടിരുന്നോ. ആളല്ലേ ചിലർ നിൽക്കുന്ന എന്നാന്നറിയാമോ? ചിലരൊക്കെ നമ്മൾ ഈ മീഡിയ ഒക്കെ കാണുന്ന സമയത്ത് പറഞ്ഞാൽ ഞാൻ മരിച്ചായാലും ഞാൻ ആ കാര്യം നേടിയിരിക്കും, എന്റെ കാലശേഷമായാലും അതൊക്കെ നടന്നിരിക്കുന്നു. ഈ ഭൂമിയിൽ ഇരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇവൻ ചത്തു കഴിഞ്ഞ എന്നാന്ന് പറയുന്നില്ല. ചത്ത് കഴിഞ്ഞ് എന്നാന്നും പറയുന്നില്ല. പലരുടെയും കണ്ണിന്റെ മുമ്പിൽ ലോകത്തിൽ ഹീറോയായിരിക്കുന്ന പലരും ചാകാ നേരത്ത് അവനെ തേടി വരുന്ന മരണത്തിന് ശേഷമുള്ള നിയമമുണ്ട്. അവിടെയാണ് മകനെ ഇന്നത്തെ ഹീറോമാർ പലരും സീറോയായി പോകുന്ന അവിടെയാ. കാര്യം മരണത്തിന് ശേഷം എന്നാന്ന് അറിയാൻ മേലാതെ വരുന്നത് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പ്രഷറും ഷുഗറും ഇല്ലാതെ ജിമ്മിലും പോയി ഉറപ്പിച്ചെടുത്ത ശരീരത്തിന്റെ ബലത്തിലും തിന്ന ആഹാരത്തിന്റെ ബലത്തിലും ഭൂഷണം പറയുന്നവരൊക്കെ ശ്രദ്ധിച്ചോണം. നിന്റെ മൂക്കിലെ അവസാന ശ്വാസം തീരുന്നവരെ ദൈവം വെയിറ്റ് ചെയ്യുക. നീ മാനസാന്തരപ്പെടുന്നുണ്ടോ? അത് ചെയ്യുന്നില്ലെങ്കിൽ മനസ്സിലാക്കണമേ, നിന്റെ പ്രാണനെ നേടുവാൻ, നിന്റെ പ്രാണനെ സ്വീകരിക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാർ വരുന്നില്ലെങ്കിൽ മരണത്തിന്റെ അധികാരിയായ പിശാച് നിന്റെ പ്രാണനെ ഏറ്റെടുക്കേണ്ടതിന് കടന്നു വരുന്നതിന് മുമ്പേ രക്ഷിക്കപ്പെടണം. അനേകരുടെ ജീവിതത്തിൽ നടക്കാത്ത കാര്യമാണിത്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ രക്തം എനിക്ക് വേണ്ടി ഊറ്റപ്പെട്ടു, അവന്റെ തിരുശരീരം എനിക്ക് വേണ്ടി അറുക്കപ്പെട്ടു. ഇത് സ്വന്തം ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കാത്ത ഒരുവനും ദൈവരാജ്യം കാണുകയില്ല. വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ചേ. അത് നിമിത്തം വീണ്ടെടുപ്പിനായി ഒരു ക്രിസ്തുവിന്റെ മരണം ഉണ്ടായിട്ട് ദൈവരാജ്യത്തിൽ നാം അവകാശികളായി തീരേണ്ടതിന് തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാവിനാൽ മുദ്ര ചെയ്യപ്പെട്ടവർക്ക് നാം കൃപയിലേക്ക് വരേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു പുത്രനാകുന്ന യേശു ക്രിസ്തു വീണ്ടെടുക്കപ്പെടുന്നവരെ രക്ഷിക്കേണ്ടതിന് തേജസ്സിലേക്ക് നടത്തപ്പെടുന്ന മധ്യസ്ഥനാകുന്നു. ഇത് ആർക്കും മനസ്സിലാകുമെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവുള്ളവര് മനസ്സിലാകും.
ആത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവര് മനസ്സിലാകും, വേറെ ആർക്കും മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. ക്രിസ്ത്യൻ പേരുള്ളത് കൊണ്ടും അല്ലെ വലിയൊരു പള്ളി പോകുന്നത് കൊണ്ടും അല്ലെ സഭായോഗം മുടക്കാതെ വന്നതുകൊണ്ടൊന്നും കാര്യമില്ല. പരിശുദ്ധാത്മാവ് നടത്തപ്പെടണം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് വ്യക്തമായിട്ട് നമ്മൾ ഈ ഭാഗം വായിക്കുന്ന സമയത്ത് യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ പറയുന്ന ഒരു പ്രസക്തമായ ഒരു ഭാഗമുണ്ട്. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ? അവിടെ വായിക്കുമ്പോൾ 1 യോഹന്നാൻ ഹല്ലേലൂയ അതിന്റെ 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായിക്കുന്ന ഇങ്ങനെയാ: കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവന്റെ നാമനിമിത്തം പാപങ്ങളെ മോചിച്ചിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. എന്ന് പറഞ്ഞാൽ എന്നാ? പാപം മോചിക്കപ്പെട്ടു എന്ന് ആത്മാവിൽ തിരിച്ചറിഞ്ഞവർക്ക് മാത്രമാണ് കുഞ്ഞുങ്ങൾ, മക്കൾ എന്ന വിശേഷ പദവിക്ക് അർഹരാകുന്നുള്ളൂ. ഹല്ലേലൂയ. അടുത്ത ശ്രദ്ധിക്കണം: കുഞ്ഞുങ്ങളെ, നിങ്ങൾ അവന്റെ നാമനിമിത്തം പാപങ്ങളെ മോചിച്ചിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. 13-ാം വാക്യം: പിതാക്കന്മാരെ, ആദി മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാൽ നിങ്ങൾക്ക് എഴുതുന്നു. ശ്രദ്ധിക്കണേ. സ്തോത്രം. അനാദി നിത്യനാകുന്ന ദൈവം സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ചു. പുത്രൻ മുഖാന്തരം സകലം ഉളവായെന്ന് പുത്രൻ കൂടാതെ ഉളവായതല്ല എന്നുള്ള വെളിപ്പാട് പരിശുദ്ധാത്മാവ് വന്നവർക്ക്, പരിശുദ്ധാത്മാവ് നടത്തപ്പെടുന്നവർക്ക് മാത്രമേ ആ ഗ്രാഹ്യമുള്ളൂ. കാരണം ആത്മാവിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. ഉണ്ടോ? ഞാൻ എന്റെ കാര്യം പറയുന്ന പരിശുദ്ധാത്മാവ് ഞാൻ നിറയപ്പെട്ട ഒരു ദൈവ പൈതൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം അവൻ നിൽക്കുന്ന റൂമിലോ അവന്റെ വീട്ടിലോ നടക്കുന്ന വഴിയിലോ അനുഭവിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ഞാൻ ആത്മാവിനെ പ്രാപിക്കുന്നതിന് മുമ്പ് അവന്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ആത്മാവ് വരാത്തത് കൊണ്ട് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇന്ന് ആത്മാവ് വന്നതുകൊണ്ട് ഞാൻ അറിയുന്നു. ഇവിടെ ഒരുവനുണ്ട്, അവനാൽ സകലം ഉളവായെന്ന് അവനെ കൂടാതെ ഉളവായതല്ലെന്ന് മനസ്സിലായോ? പറഞ്ഞു എന്നാണ് അനേകർക്ക് മനസ്സിലാകുന്നില്ല. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ പുത്രന്റെ സാന്നിധ്യം ആർക്കും അറിയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ആയുഷ്കാലത്തിൽ അനാദിത്യനാകുന്ന ദൈവത്തെ നമ്മൾ അനുഭവിക്കുമ്പോൾ, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അവൻ ദൈവമാണ്. രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുന്നതിന് മുമ്പ് അവൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. പെന്തക്കോസ്താലിന് മുമ്പും കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ഉണ്ടായിരുന്നു. ആത്മാവിൽ അവനിവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആത്മാവിൽ അവനിവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇത് പറഞ്ഞ ഞാൻ വേറെ വഴിക്ക് എടുത്തോണ്ട് വന്ന ഒറ്റ വാക്യം പോലും ഞാനിപ്പോ എടുത്തിട്ടില്ല. നമ്മൾ ഈ ഭാഗം ആ ഭാഗം ഒന്നും അടുത്ത 2 വാക്യം വായിച്ചേ. പിതാക്കന്മാരെ ആദ്യമുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. നിങ്ങൾ ശക്തരാകുകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കുകയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അപ്പൊ ഇത് ആരാണ് മക്കൾ? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ വായിക്കുന്ന എന്താണ്? അടുത്ത വാക്യം വായിച്ചേ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രയാവുന്നു. ഓക്കെ. ലോകവും അതിന്റെ മോഹവും ഒഴുകി പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. കണ്ടോ? ഇതൊക്കെ ആരെ കുറിച്ചായി പറയുന്നേ? ഹല്ലേലൂയ. സ്തോത്രം. അവിടെ വായിക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. ആമേൻ. സ്തോത്രം. അതിന്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചേ. 2:20 ആൻസർ ആരെ കുറിച്ചായി പറയുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1 യോഹന്നാൻ 2:20 വായിച്ചോ. 2:20. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചു. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളോ പരിശുദ്ധനാൽ. അപ്പൊ നമ്മൾ ആരാ? അഭിഷേകം പ്രാപിച്ചവരാണ് നമ്മൾ. ആരാ? പ്രസംഗം കേൾക്കുന്നവരാണോ? അല്ല. അഭിഷേകം പ്രാപിച്ചവർ പ്രസംഗം കേൾക്കും. അഭിഷേകം പ്രാപിച്ചവർ വചനം വായിക്കും. അഭിഷേകം പ്രാപിച്ചവർ പ്രസംഗിക്കും. ഇതൊക്കെ ചെയ്യും. അല്ലാതെ കേൾക്കുന്നവരും പുസ്തകം കയ്യിലുള്ളവരും അല്ല അഭിഷേകം പ്രാപിച്ചത്. അഭിഷേകം പ്രാപിച്ചവരുടെ ജീവിതത്തിൽ ഇതൊക്കെ കണ്ടുതിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അവിടെ വായിക്കുന്നെന്താണ്? സ്തോത്രം. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചും സകലവും അറിയുന്നു.
അപ്പൊ അഭിഷേകം ഉണ്ടെങ്കിലാണോ സ്തോത്രം ഹല്ലേലൂയ അവിടെ വായിക്കുന്നു സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം അവന്റെ നാമനിമിത്തം പാപങ്ങളെ മോചിച്ചിരിക്കുന്നു എന്നുള്ളത് ആർക്കറിയാൻ കഴിയുന്നത്? അഭിഷേകമുള്ളവർക്കേ അറിയാൻ കഴിയത്തുള്ളൂ. അടുത്തത് വായിക്കുന്നത് പിതാക്കന്മാരെ ആദ്യം മുതലുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കിയാൽ സ്വതം ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു ബാല്യക്കാരെ നിങ്ങൾ ദുഷ്ടരെ ജയിച്ചിരിക്കാൽ. അപ്പൊ ആരാ കുഞ്ഞുങ്ങൾ? ആരാണ് പിതാക്കന്മാർ? ആരാണ് ബാല്യക്കാർ? അഭിഷേകം പ്രാപിച്ചിരിക്കുന്ന വ്യക്തിയാണത്. അപ്പോൾ ദൈവത്തിന്റെ അഭിഷേകം ഇതിനെല്ലാം ഇതൊക്കെ ഗ്രഹിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവരെ ബലപ്പെടുത്തുകയാണ്. അഭിഷേകം പ്രാപിച്ചവരാണ് ഈ വാഗ്ദത്തങ്ങൾക്കെല്ലാം അർഹനായിരിക്കുന്നത്. അഭിഷേകം വേണോ? പറഞ്ഞേ, അഭിഷേകം വേണോ? ചിലർ പറയുന്ന അഭിഷേകം പ്രാപിക്കുന്നത് ശുശ്രൂഷയ്ക്കാണ്. ഞാനതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്ന ഒരു കാര്യം. അഭിഷേകം പ്രാപിച്ചവൻ രക്ഷയുടെ അടിസ്ഥാനങ്ങൾ അറിയുന്നു ഇവിടെ എഴുതി വെച്ചാൽ അഭിഷേകം പ്രാപിച്ചവർ ശുശ്രൂഷകനോ അല്ലയോ അതൊരു വിഷയമല്ല. അവൻ ദൈവരാജ്യത്തിന് അവകാശമായി തീരും. അപ്പോൾ അഭിഷേകം ഇല്ലാത്തവർ ഇതൊന്നും ജീവിതത്തിൽ അറിയത്തില്ല, ഒരിക്കലും അറിയത്തില്ല. അപ്പോൾ അഭിഷേകം വിഷയമാണ്. വായിച്ചേ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഏതാ വായിക്കുന്നേ? എന്തു പറ്റി? അഭിഷേകം 20-ാം വാക്യം. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചു സകലവും അറിയുന്നു. നിങ്ങൾ സത്യം അറിയായതുകൊണ്ടല്ല, സത്യം അറിയായതുകൊണ്ടല്ല, നിങ്ങൾ അത് അറിയുകയാലും ഒന്നും സത്യത്തിൽ നിന്ന് വരായികയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. മനസ്സിലായോ? ഭോഷ്കൊന്നും സ്വന്തം വ്യാജത്തിൽ നിന്ന്, ഭോഷ്കൊന്നും സത്യത്തിൽ നിന്ന് വരുന്നില്ല. ആമേൻ. അതായത് അഭിഷേകത്തിൽ നിറങ്ങിയിരിക്കുന്ന വ്യക്തി ഈ സത്യങ്ങൾ അറിയും, സത്യങ്ങൾക്ക് വേണ്ടി നിൽക്കും. അതാണ് അഭിഷിക്തന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. സത്യത്തിന് വേണ്ടി നിൽക്കും. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ആത്മീകമാണ്. ആത്മീകമായ കാര്യങ്ങളെയാണ് ദൈവത്തിന്റെ ആത്മാവിടെ വെളിപ്പെടുത്തുന്നത്. അതിനെ നമ്മളെ അർഹമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം. എബ്രായ ലേഖനത്തിന്റെ നമ്മൾ വായിക്കുമ്പോൾ അതിൽ 11-ാം അധ്യായത്തില് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് 11-ാം അധ്യായത്തിൽ നമ്മൾ വിശ്വാസ വീരന്മാരെ കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. 11-ാം അധ്യായത്തിന്റെ അകത്ത് സ്തോത്രം അതിന്റെ 8, 9, 10 നമ്മൾ വായിക്കുമ്പോൾ അവിടെ അബ്രഹാമിനെ കുറിച്ച് അവിടെ വായിക്കുന്നേ അല്ലെ? 8, 9 വിശ്വാസത്താൽ തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാക്കുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. ഇവിടെ ശ്രദ്ധിക്കട്ടെ, എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന്. അതായത് ഒരു കാര്യം മനസ്സിലാക്കണം, അഭിഷേകം പ്രാപിച്ചൊരു വ്യക്തി സകലതും അറിയുന്നുണ്ട്. അതായത് അബ്രഹാമിനെ സംബന്ധിച്ച് താൻ വാഗ്ദത്തം പ്രാപിക്കുവാനിരിക്കുന്ന വാഗ്ദത്ത നാടിനെ കാണിച്ചു കൊടുത്തു അല്ലേ? കനാൻ നാടിനെ കാണിച്ചു കൊടുത്തു. ആ കനാൻ നാടിനെ കാണിച്ചു കൊടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ആ 12 രാജ്യങ്ങളുള്ള 12 രാജാക്കന്മാരുള്ള ആ രാജ്യത്തെ കുറിച്ചല്ല കാണിച്ചു കൊടുക്കുന്നത്. അതാണ് ആത്മാവ് അകത്ത് വന്നാലുള്ള പ്രത്യേകത. ആമേൻ. പലതും നമുക്ക് ലോകത്തിൽ ലഭിച്ചാലും ആത്യന്തികമായ അഭിഷേകം പ്രാപിച്ചവന് നിലനിൽക്കുന്ന രാജ്യം സ്വർഗത്തിലാണ്. സ്വർഗത്തിലുള്ളവരെ കുറിച്ചാണ് ദൈവത്തിന്റെ ആത്മാവ് തെരഞ്ഞെടുക്കപ്പെടുന്നവരിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാണ് അവിടെ വായിക്കുന്നത്. വിശ്വാസാൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അടുത്തത് വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായി കൂടെ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ അബ്രഹാമിനെ അവന് പ്രാപ്തമാക്കിയത് എങ്ങനെയാണ്? ഹല്ലേലൂയ. തലമുറയില്ലാതിരുന്ന അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തപ്പോൾ ദൈവം അവനോടുകൂടെ ഇരുന്ന് അവൻ കാണാതിരിക്കുമ്പോഴും അവന്റെ കൂടാരത്തിൽ ഇസഹാക്കിനെയും യാക്കോബിനെയും സ്വർഗത്തിലെ ദൈവം കണ്ടു.
പിടികിട്ടിയോ? നമ്മോടുകൂടെ വസിക്കുന്ന കർത്താവ് നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ വസിക്കുമ്പോഴും നമ്മുടെ നിത്യതയെ കുറിച്ച് കാണുന്നില്ല. എന്നാൽ നാം കർത്താവിനോട് കൂടെ ആ സ്വർഗീയ സിയോനിൽ വസിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വർഗീയ യെരൂശലേമിൽ വസിക്കുമ്പോൾ, നമ്മൾ കർത്താവിനോട് നടക്കുന്ന നമ്മുടെ ഭാവികാല നിത്യതയെ കണ്ടവരാണ് നമ്മളോടുകൂടെ ഇന്ന് കൂടാരത്തിലുള്ളത്. മനസ്സിലാകുന്നുണ്ട്? അത്ര വലിയൊരു ഭാഗ്യമാണ് സ്വർഗത്തിൽ ദൈവം നൽകുന്നത്. ഇതിനെല്ലാം കാരണമായി തീരുന്നത് നമുക്ക് വേണ്ടി ഒരുവൻ അറുക്കപ്പെട്ടു, നമുക്ക് വേണ്ടി ഒരുവൻ തകർക്കപ്പെട്ടു. ആ തകർക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കണം നമ്മെ ദൈവരാജ്യത്തിൽ എത്തിക്കുന്നത്. അപ്പോൾ അബ്രഹാമിന് കാണുവാൻ കഴിയാത്ത പല നന്മകളും അബ്രഹാമിന്റെ കൂടാരത്തിൽ സ്വർഗം കണ്ടെങ്കിൽ എനിക്കും നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ആത്മീകമായി നമ്മുടെ കൂടാരത്തിന്റെ അകത്ത് നമുക്ക് കാണുവാൻ കഴിയാത്ത പല നന്മകളും സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മുടെ കണ്ണ് കണ്ടിട്ടില്ല, നമ്മുടെ ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, അബ്രഹാമിന്റെ ഹൃദയത്തിൽ കണ്ട് കേട്ടിട്ടില്ല, അബ്രഹാമിന്റെ കണ്ണ് കണ്ടിട്ടില്ല, അബ്രഹാമിന്റെ ചെവി കേട്ടിട്ടില്ല. പക്ഷെ അബ്രഹാമിന്റെ കൂടാരത്തിലുണ്ടായിരുന്നു. അബ്രഹാമിന്റെ ഹൃദയത്തിൽ ചിന്തിച്ചിട്ടില്ല, അബ്രഹാമിന്റെ ചെവിയിൽ കേട്ടിട്ടില്ല, അബ്രഹാമിന്റെ കണ്ണ് കണ്ടിട്ടില്ല. പക്ഷെ അബ്രഹാമിന്റെ കൂടാരത്തിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കൂടാരത്തിൽ ദൈവം ആക്കി വെക്കുന്ന ചില പദ്ധതികളുണ്ട്. എന്നാൽ ഈ ഭാഗ്യത്തിനൊക്കെയും നമ്മളെ അർഹമാക്കുന്നത് നമ്മൾ പ്രാപിച്ച അഭിഷേകമാണ്. അപ്പോൾ വിഗ്രഹ പരിചയങ്ങളിൽ നിന്ന് നമ്മെ സ്വന്തം രക്ഷിച്ചു കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ ആളിയ കൃപാവരങ്ങളാണെങ്കിൽ, അതിന് നമ്മളെ പ്രാപ്തമാക്കുന്നത് ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമാണെങ്കിൽ അതിന്റെ പ്രസക്തി വളരെ വലുതാണ്. ഇന്ന് പകൽ നേരം നമ്മളത് ഗ്രഹിച്ചേ മതിയാകത്തുള്ളൂ. അപ്പൊ വിഗ്രഹ പരിചയത്തിൽ നിന്ന് നമ്മളെ ദൈവം രക്ഷിച്ചു കൊണ്ടുവന്നു. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധാനത്തിൽ നമ്മളെ എത്തിക്കുന്നത് അവന്റെ വിലയേറിയ രക്തമാണ്. ആമേൻ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തമാണ്. ആളുകൾ നമ്മുടെ പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ നോക്കുമ്പോൾ വളരെ ശക്തമായിട്ട് പത്രോസ് പറയുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നമ്മളെ വിടുവിച്ചിരിക്കുന്നത് പൊന്നോ വെള്ളിയോ അഴിഞ്ഞു പോകുന്ന ഒന്നുകൊണ്ടല്ല, പിന്നെ എങ്ങനെയാണ്? ക്രിസ്തു എന്ന നിർദോഷം നിഷ്കളമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ, അല്ലേ? 1 പത്രോസ് 1:18 വാക്യമാണ്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെയാണ് യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി ഒഴുകുന്നത്. ഇവിടെയാണ് യേശുവിന്റെ രക്തം നമ്മുടെ മനസാക്ഷിയിൽ നാം സ്തോത്രം യേശുവിന്റെ രക്തം തളിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നുള്ളൂ. നമ്മുടെ മനസാക്ഷി ആത്മാവിൽ ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ ആരും ഉറങ്ങില്ല, ക്ഷീണിക്കില്ല, മയങ്ങില്ല. ജഡം ബലഹീനമായിരിക്കുന്നെങ്കിലും ആത്മാവിന്റെ ഒരുക്കം നമ്മളെ സകലത്തിന് പ്രാപ്തമാക്കുകയാണ്. ഇതാണ് ആത്മാവിലുള്ള ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. വിശപ്പൊരു വിഷയമല്ല, ദാഹം ഒരു വിഷയമല്ല, 10 പൈസ കാണത്തില്ല, ഇതൊന്നും വിഷയമല്ല. അല്ലാതെ കൈ പൈസ ഇല്ല, ദൈവസന്നിധിയിൽ പായ വിരിച്ച് ഇരുന്ന കണ്ണിൽ നിന്ന് കണ്ണുനീര്. നോ നോ നോ. അഭിഷേകം നിന്നിലുണ്ടെങ്കിൽ അതിനൊന്നും വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഇരുത്തത്തില്ല. മനസ്സിലായോ? നിനക്ക് വേണ്ടത് നിനക്ക് തരും, നിന്റെ കൊതിക്ക് വരത്തില്ല. നിനക്ക് ആവശ്യമുള്ള ദൈവം തരും. നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ ചെലവുകൾ നടക്കുമ്പോൾ മനസ്സിലാക്കിക്കോളൂ, നിന്റെ കയ്യിൽ ഇരിക്കുന്നതിൽ അധികമായ ചെലവ് വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. പിന്നെ അനുസരണം കെട്ടവരും ദൈവകൃപയിൽ ഇരിക്കാത്തവരെ പിശാചിട്ട് പോരാടുമ്പോൾ അവരുടെ ആവശ്യത്തിന് ചിലപ്പോൾ പണം കുറെ വേണ്ടി വരും. അതിന് കൃപയുള്ള നീ ചിലപ്പോൾ കണ്ണുനീരൊഴുക്കേണ്ടി വരും. പക്ഷെ സത്യവനം നിന്റെ ഭവനത്തിൽ ഐശ്വര്യമായിരിക്കുന്നെങ്കിൽ നിന്റെ കൂടാരങ്ങളെ ഉറപ്പിക്കുന്ന ഒരു ദൈവം നിന്റെ ഭവനത്തിൽ ഇറങ്ങി വരും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. വായിച്ചാട്ടെ. ഹല്ലേലൂയ. വെറുതോ പിതൃപാരമ്പര്യമായുള്ള നിന്റെ നടപ്പിൽ നിന്ന്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. വായിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. 1 പത്രോസ് 1:18-19 വാക്യം. 1 പത്രോസ് 1-18 വാക്യം. വായിക്ക്. അപ്പൊ ഈ നടപ്പിന്റെ അകത്ത് പ്രത്യേക വിഗ്രഹങ്ങളുടെ അടുക്കിലേക്ക് എത്തിക്കുന്നതാണ് ഈ നടപ്പ്. മനസ്സിലായോ? ചതിമോഹങ്ങളാൽ നശിച്ചു പോകുന്ന പഴയ മനുഷ്യരെ ഉരിഞ്ഞു കളയണം. ചതിമോഹങ്ങളാൽ നശിച്ചു പോകുന്ന പഴയ മനുഷ്യൻ നിന്നെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ കൊണ്ട് എത്തിച്ച് ആളല്ലേ പഴയ പള്ളിയിൽ കൊണ്ട് ഇരുത്തി നേർച്ചക്കുറ്റി കാണുമ്പോൾ നിനക്കൊരു വക, ആളല്ലേ കൊടിവരം കാണുമ്പോൾ നിനക്കൊരു വക, കുരിശ് കാണുമ്പോൾ ഒരു വക, സ്വന്തം മധുമുഖ കാണുമ്പോൾ നിനക്കൊരു വക, പുരോഹിതനെ കാണുമ്പോൾ അവന്റെ വസ്ത്രവും അവന്റെ പരിപാടികളിലും കാണുമ്പോൾ ഭയങ്കര സ്വന്തം ഇതെല്ലാം കാണുമ്പോൾ നിന്റെ വിറ മാറണമെന്നുണ്ടെങ്കിൽ യേശുവിന്റെ രക്തം നിന്റെ മനസാക്ഷിയിലേക്ക് ഒഴുകി ഇറങ്ങണം. ഹല്ലേലൂയ. ധൈര്യത്തിന്റെ ശക്തിയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് തന്റെ അഭിഷേകം പകരുന്നത്. ആമേൻ.
ഹല്ലേലൂയ. ചിലരുടെ വിറ മാറാതിരിക്കുന്നതിന് കാരണം രക്തം ഒഴുകേണ്ടിടത്ത് ഒഴുകിയിട്ടില്ല. യേശുവിന്റെ രക്തം ഒഴുകേണ്ടിടത്ത് ഒഴുകിയിട്ടില്ല. അതുകൊണ്ടാണ് നിനക്ക് ഈ സെമിത്തേരി കാണുമ്പോഴും ചത്തവരെ കാണുമ്പോഴും പഴയ കുറെ കെട്ടുകളെ കേൾക്കുമ്പോഴൊക്കെ ഒരു ഇൻട്രസ്റ്റിങ്, ഒഴുകേണ്ടിടത്ത് യേശുവിന്റെ രക്തം ഒഴുകിയിട്ടില്ല. ഇന്ന് പകൽ നേരം കർത്താവ് വലിയൊരു വിടുതൽ നൽകുവാറാട്ടെ. വായിച്ചേ. ആ ആ ആ കണ്ടോ, പൊന്നും വെള്ളിയും അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ. പൊന്നും വെള്ളിയും, ഹല്ലേലൂയ, സ്തോത്രം. പൊന്നും വെള്ളിയും. ഈ പൊന്നും വെള്ളിയിലേക്കൊന്നും പോകരുത്. ഈ പൊന്നിനും വെള്ളിക്കൊക്കെ വളരെ പ്രത്യേകതയുണ്ട്. കഴുത്തേലും കാവേലും കയ്യേലും കിടക്കുന്ന കുറച്ചൊക്കെ ഓർണമെന്റ്സിന്റെ കാര്യമാണോ എന്ന് ചോദിച്ചാൽ അതേ ഓർണമെന്റ്സിന്റെ അകത്തിരിക്കുന്ന അതേ, സ്തോത്രം, ഹല്ലേലൂയ, അതേ മെറ്റൽ കൊണ്ടാണ് അപ്പുറത്ത് വിഗ്രഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? 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 ഇത് വെറും ഒരു ഇതല്ല, ഇതിന്റെ തന്നെ ഇരിക്കുന്നു. ഉണ്ടെന്നേ, അതിനകത്ത് പ്രശ്നം ഉണ്ടെന്നേ. നീ ഈ രൂപത്തിൽ ഇതിനു മുമ്പ് ചെന്ന് നിന്ന് വിഗ്രഹങ്ങളുടെ മുമ്പിലല്ലേ, അപ്പോൾ അതൊരു വിഷയമല്ലേ? ഹല്ലേലൂയ. വിഗ്രഹം അല്ലെങ്കിൽ വിഗ്രഹ പരിചയം നിന്നെ പഠിപ്പിക്കുന്ന ഉപദേശത്തിൽ നിന്റെ ശരീരത്തിൽ അണിയേണ്ട ഓരോ ആഭരണത്തിനും പലവിധ അർത്ഥങ്ങളും. ആഭരണം സ്വർണമാണെങ്കിൽ സ്വർണത്തിനൊരർത്ഥം, വെള്ളിക്കൊരർത്ഥം, മറ്റു കല്ലുകൾക്ക് ഓരോ അർത്ഥം. ഇതെല്ലാം ശരീരത്തിൽ ചുമന്നു നടന്നിട്ട് ആത്മീയമാണെന്ന് പറഞ്ഞാൽ നിന്നിലും വലിയ ഭൂതം വല്ലതുണ്ടോ? മനസ്സിലായോ? അപ്പോ കാര്യങ്ങൾ ഗ്രഹിക്കണം. വായിച്ചേ. ആ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, അല്ല. ആ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ആ രക്തം എന്താ ചെയ്യും? ആ രക്തം നേരെ, നമ്മൾ വായിക്കും പ്രായലേഖനം 9:14. മാറ്റണ്ട, എടുക്കണ്ട. അവിടെ ഞാൻ വായിച്ചോടെ വായിക്കുന്നുണ്ട്. ആ രക്തം നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷി നിർജീവ പ്രവർത്തികളെ പോക്കി, സ്തോത്രം, ഹല്ലേലൂയ, എത്രയധികം ശുദ്ധീകരിക്കും. അപ്പോൾ ഈ രക്തം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് വിഗ്രഹത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്ന നിന്റെ പരിചയം മാറിയത്, അല്ലേ? ഓണക്കാലമാകുമ്പോൾ ഒരു ചിന്ത, ക്രിസ്മസ് ആകുമ്പോൾ ഒരു ചിന്ത, ഈസ്റ്റർ ആകുമ്പോൾ വേറൊരു ചിന്ത. ഇതൊക്കെ എങ്ങനെയാ മനസ്സിൽ നിന്ന് പോയത്? യേശുവിന്റെ രക്തം അകത്തേക്ക് ഇറങ്ങി, അല്ലേ? യേശുവിന്റെ രക്തം അകത്തേക്ക് ഇറങ്ങിയപ്പോ നമ്മുടെ ഉള്ളത്തിൽ നിന്ന് ചിന്ത പോയി. ഇപ്പൊ എന്താ നടക്കണെന്ന് പോലും അറിയത്തില്ല പുറത്തല്ലേ. എന്താ അത്രത്തോളം മാറ്റിയത്? മറ്റേത് ക്രിസ്മസിന്റെ സ്വന്തം ഹാളിലെ കരോൾസ് പാട്ട് കേൾക്കുമ്പോ ഞാടി ചരമുകൾ ത്രസിച്ച് നിൽക്കും ഡ്രമ്മുമായിട്ട് ഓടാൻ. എങ്ങോട്ടാ? കരോൾ ഗാനത്തിന്റെ പുറകെ പോകാൻ. ഇന്ന് പോകുന്നില്ല. കാര്യം ഈ എബ്രായ ലേഖനം ഈ പറയുന്ന 9-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കരായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ എന്റെ മനസാക്ഷിയെ, നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. എന്നെ ശുദ്ധീകരിച്ചു. അതുകൊണ്ട് ഇതൊന്നും എന്നെ ഇൻട്രസ്റ്റിംഗ് അല്ല. ഇതൊന്നും കേൾക്കുമ്പോ ഹൃദയം വശീകരിക്കപ്പെടുന്നില്ല. ഇന്നിത് കാണുമ്പോൾ വശീകരിക്കപ്പെട്ടു. നിന്റെ നാവ് വശീകരിക്കപ്പെടും. നിന്റെ ചിന്ത വശീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നിന്നിൽ ഒഴുകേണ്ട യേശുവിന്റെ രക്തം ഒഴുകേണ്ട മേഖലകളിൽ നീ ഒഴുക്കിയിട്ടില്ല. അപ്പോൾ മനസ്സിലാക്കണം, ഇതൊന്നും വരാതെ പൊന്നും വെള്ളിയും കല്ലുകളും എല്ലാം നിന്നെ ആരാധനയ്ക്ക് പ്രാപ്തമാക്കുന്നില്ലെന്ന് മനസ്സിലാക്കണം. ഉണ്ടോ? ഹല്ലേലൂയ. കർത്താവ് യേശുവിന്റെ രക്തം അകത്ത് ഒഴുകി ഇറങ്ങണം. യേശുവിന്റെ രക്തം അകത്തേക്ക് ഒഴുകി ഇറങ്ങണമെന്ന് തന്നെയാണേ. അതെങ്ങനെ ഒഴുകി ഇറങ്ങണത്? നീ നിന്റെ പാപങ്ങളെ ഏറ്റുപറയണം. നിന്റെ കുറവുകളെ ഏറ്റുപറയണം. നിന്റെ പരാജയം ഒന്ന് നീ ഏറ്റുപറയണം. നിന്റെ പരാജയം എനിക്കൊന്നിനും കുറവില്ലല്ലോ എന്ന് പറയുന്നവൻ മനസ്സിലാക്കണം, നിന്റെ കുറവ് എന്നാണെന്നറിയാവോ? അനേക അഭിഷിക്തന്മാർ ആത്മാവിൽ ആരാധിക്കുമ്പോ നീ വെറും കാഴ്ചക്കാരനായിട്ട് ഇതുവരെ സഭയ്ക്കകത്തിരുന്നിട്ടുണ്ടെങ്കിൽ അതിലും വലിയ പരാജയം എന്നാ ഉള്ളേ? ഇതുവരെ നിനക്ക് ആത്മാവിൽ ആരാധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിന്നെ ആത്മാവിൽ ആരാധിക്കാൻ പ്രാപ്തമാക്കുന്നതാണ് യേശുവിന്റെ രക്തം എന്നുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ വ്യക്തമായി കാണേണ്ട ഒരു കാര്യം അവിടെ വായിച്ചെന്താണ്? വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തു. അപ്പൊ അത് വിഷയമാണോ? അതേമേ.
അപ്പനപ്പൂപ്പന്മാരുടെ സ്വഭാവം വെച്ചോണ്ടിരിക്കുന്ന അപകടമാണോ? അതേന്നെ. അവരുടെ വിശ്വാസം വെച്ചോണ്ടിരിക്കുന്ന പ്രശ്നമാണോ? അതേന്നെ. അത് വിഷയമാ. രക്ഷിക്കപ്പെട്ട് വീണ്ടും ജനിച്ച നീ അവരെ പോലെ നടക്കരുത്, അവരെ പോലെ ചിന്തിക്കരുത്, അവരുടെ വഴി പോവുകയല്ല വേണ്ടത്. അവരിലേക്ക് ഒരിക്കലും നിന്റെ ഉള്ളം ചെല്ലത്തില്ല. കർത്താവിന്റെ ബ്ലഡ് ലൈനിലേക്ക് നീ വന്നു. മനസ്സിലാവുന്നില്ല? ക്രൈസ്റ്റിന്റെ ബ്ലഡ് ലൈനിലേക്ക് വന്നു. പിതൃപാരമ്പര്യത്തിന്റെ ബ്ലഡ് ലൈനിൽ നീ കട്ടായി. ഹല്ലേലൂയ. ഇത് പറയാൻ ആർക്കും സാധിക്കും? രക്ഷിക്കപ്പെട്ടവർക്കേ കഴിയത്തുള്ളൂ. അപ്പോൾ ഇവിടെ വായിക്കുന്നത് ശ്രദ്ധിക്കണം. ബദ്ധമായ പിതൃപാരമ്പര്യം നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ അപ്പൊ ഒരു കാര്യമുണ്ട്. അവിടെ കുഞ്ഞാന്റെ രക്തമില്ലാത്തടത്ത് നിഷ്കളങ്കത്വം ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? ദോഷങ്ങളേ ഉള്ളൂ. പിതൃപാരമ്പര്യങ്ങളൊക്കെ ദോഷങ്ങളും അകൃത്യങ്ങളും ദുഷ്ടതകളും തളം കെട്ടിയിരിക്കുന്നതാണ്. ആദാമിയ ബ്ലഡ് ലൈൻ എന്ന് മനസ്സിലാക്കണം. ആദാമിൽ നിന്ന് ഒഴുകി വരുന്ന രക്തം അകൃത്യമുള്ളതാണ്, വഞ്ചനയുള്ളതാണ്, ചതിയുള്ളതാണ്, ദുഷ്ടതയുള്ളതാണ്. അതിൽ നിന്നാണ് യേശുവിന്റെ രക്തത്താൽ നീ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. അടുത്തത് വായിച്ചേ. ആദ്യം മുതൽ ഉള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ പിതാക്കന്മാരെ എന്ന് പറഞ്ഞ എന്നാ? ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ പിതാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് യോഹന്നാൻ പറയുമ്പോൾ പത്രോസ് ഇവിടെ പറയുന്ന എന്താണ്? അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ലോകസ്ഥാപനത്തിനു മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവരുമാകുന്നു. അടുത്തത് നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അതായത് മനസ്സിലാക്കണം, നമ്മളുടെ ഹൃദയത്തിലെ നിർജീവ പ്രവർത്തികളെ പോക്കാൻ എബ്രായ ലേഖനം പറഞ്ഞിരിക്കുന്നു. അവന്റെ വിലയേറിയ രക്തം നമ്മളിലേക്ക് ഒഴുകി വന്നതുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തെ വശീകരിച്ചിരിക്കുന്ന നിർജീവ പ്രവർത്തികളിൽ നിന്ന് നമുക്ക് മോചനം വന്നത്. പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് എന്താണ്? അവിടെ വായിക്കുന്ന എന്താണ്? നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അപ്പോൾ നമ്മുടെ ആരാധന, നമ്മുടെ സ്തോത്ര സ്തുതികളെല്ലാം ക്രിസ്തുവിനെ മരണവാശങ്ങളെ അഴിച്ചു ഉയർപ്പിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. എന്നെ, എൻ്റെ ആത്മാവിനെയും എൻ്റെ മനസ്സിനെയും നിർജീവ പ്രവർത്തികളിൽ നിന്ന് പോക്കി രക്ഷിക്കേണ്ടതിനാണ് പുത്രനെ മരണവാശങ്ങളെ അഴിച്ചു ഉയർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് എപ്പോഴും ഉണ്ടാകണം, നമ്മുടെ ആരാധനയ്ക്കകത്ത് എപ്പോഴും ഉണ്ടാകണം. മനസ്സിലാകുന്നോ? വന്നിരിക്കുമ്പോഴേ ലോകകാര്യം പ്രാർത്ഥിക്കുന്നവനൊന്നും ഈ പറയുന്ന കാര്യം മനസ്സിലാകത്തില്ല. അതൊക്കെ വേറെ വഴി പോയി നശിക്കുകയുള്ളൂ. മനസ്സിലാക്കണം, ഈ ആയുസിൽ നമ്മൾ ഈ കാര്യം ഗ്രഹിക്കണം. ഹല്ലേലൂയ. ഈ കാര്യം ഗ്രഹിക്കണം. അവിടെ വായിച്ചിരിക്കുന്ന എന്താണ്? ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തിരിക്കുന്നു. അടുത്ത വാക്യം, എന്നാൽ സത്യം അനുസരിക്കുകയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവം അന്യോന്യം ഉറ്റ് കണ്ടോ? അപ്പൊ ആർക്കാ സ്നേഹിക്കാൻ കഴിയുന്നറിയാവോ? എനിക്ക് വേണ്ടി ഒരു മരണം ഉണ്ടായി. അതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് വേണ്ടി ഒരു മരണമുണ്ട്. 15-ാം വാക്യം, അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട് സ്വന്തം നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടത്, അവൻ നമുക്ക് വേണ്ടി മരിച്ചത്, വിളിക്കപ്പെട്ടവർക്ക് അവരെ പുതിയ നിയമത്തിന്റെ അവകാശികളാക്കി തീർക്കേണ്ടതിനാണ് കർത്താവായ യേശു ക്രിസ്തു മരണം അനുഭവിച്ചത്, മരണം ആസ്വദിച്ചത്. അവന്റെ
ശരീരവും രക്തവും നമുക്ക് വേണ്ടി തകർത്തൂറ്റി തന്നതിന്റെ കാര്യം നമ്മെ പുതിയ നിയമത്തിന്റെ ആ വലിയ പദ്ധതിയോട് ചേർത്തൊട്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് പകൽ നേരം നമ്മൾ മനസ്സിലാക്കണം, ഇതിന് നമ്മൾ പ്രാപ്തമല്ല, നമ്മൾ പ്രാപ്തരല്ല. അവൻ അനാദി നിത്യതയിൽ നമ്മെ തെരഞ്ഞെടുത്തു. ഈ ലോകത്തിൽ ക്രിസ്തു ഉണ്ടായിരുന്നു. നാം ആത്മാവിനെ പ്രാപിച്ചപ്പോൾ അവന്റെ വലിയ സ്ഥാനത്ത് നമ്മൾ അനുഭവിക്കുകയും ഇന്ന് അവൻ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് അറിഞ്ഞതുപോലെ ഈ ലോകത്തിന് അടിസ്ഥാനം ഇട്ടപ്പോഴോ ക്രിസ്തു ഈ സൃഷ്ടിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വലിയൊരു പദ്ധതി സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുമ്പോൾ ഇതിന് പ്രാപ്തമാകേണ്ടതിന് നമ്മുടെ മനസാക്ഷിയെ, നിർജീവ പ്രവൃത്തികളെ പോക്കി നമ്മളെ ശുദ്ധീകരിക്കുക എന്നുള്ള വലിയ പദ്ധതിക്കകത്താണ് കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പണിതിരിക്കുന്നത്. അതുകൊണ്ട് വിഗ്രഹ പരിചയത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവാണ് നമുക്ക് കൃപാവരങ്ങളെ നൽകേണ്ടത്. ആ കൃപാവരങ്ങൾ ഉണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ മരണം എന്തിന്, അവന്റെ രക്തം എന്തിന്, അവന്റെ മനസാക്ഷി, നമ്മുടെ മനസാക്ഷി സ്വതന്ത്രം ശുദ്ധീകരിക്കപ്പെടണം. അത് പൊന്നും വെള്ളിക്കും കഴിയാത്തതാണ് യേശുവിന്റെ രക്തം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്നവരെ വിഗ്രഹാരാധനയിലേക്ക് മടങ്ങിപ്പോകാൻ ഇടയാകാതെ ആത്മാവിലാകുന്ന കർത്താവിനെ ആത്മാവ് സത്യത്തിലും ആരാധിച്ചു മുന്നേറുവാൻ സ്വന്തം കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ ഉറപ്പിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ ഇന്ന് പകൽ നേരം അടുത്തു വരുമ്പോൾ ഈ കേട്ട വചനത്തെ വഹിച്ചുകൊണ്ട്